ഒരു ചിന്തയ്ക്ക് വേണ്ടി വായിക്കേണ്ട ദൈവവചന ഭാഗം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 9-ാമത്തെ വാക്യഭാഗമാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 9-ാമത്തെ വാക്യഭാഗം ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ട്. കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 9-ാമത്തെ വാക്യം. For I am the least of the apostles, unworthy to be called an apostle, because I persecuted the church of God. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗമാണ് ഇവിടെ വായിച്ചു കേൾക്കപ്പെടുവാനിടയായി തീർന്നത്. ഒരു ദൈവ മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തയെ, തൻ്റെ സമർപ്പണത്തെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. We have read a wonderful scripture portion that a blessed man of God, who the verses that come from the heart of a blessed man. നാം ഈ ഭാഗങ്ങളൊക്കെ ചില ദൂതുകളുമായി ബന്ധപ്പെട്ട് മുൻപ് ചിന്തിച്ചിട്ടുള്ളതാണ്. ഈ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായി പറയുന്ന ഒരു ശൈലിയാണ്, ഒരു വാക്കുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. These are the words that comes from an apostle whose heart is closer to God, and he is so much different from other apostles. ദൈവനാമകത്വത്തിന് വേണ്ടി കർത്താവിന് വിരോധമായി, യേശുവിന് വിരോധമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, ജീവിച്ചു കൊണ്ടിരുന്ന കാലങ്ങൾ തൻ്റെ ജീവിതത്തിൽ അനവധി ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഒരു വലിയ മാറ്റത്തിലേക്ക് ഈ മനുഷ്യനെ കർത്താവ് കൊണ്ടുവന്നത്. Paul was a person who stood against God's people, stood against God, but from there God transformed him, and now he is a child of God. ചെറിയ മാറ്റമല്ല ഈ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു വലിയ മാറ്റമായിരുന്നു. It was a drastic change that God gave him. എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യഥാർത്ഥ മാനസാന്തരം സംഭവിച്ചു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. It was a complete surrender before the Lord. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ തൻ്റെ ജീവിതം മാറുവാനിടയായി. His life totally transformed according to the heart of God. യേശുവിന് അത്രയ്ക്കും വിരോധമായി, യേശുവിനെ അനുഗമിക്കുന്ന യേശുവിന്റെ ആളുകൾക്കും വിരോധമായി വേദനിപ്പിച്ചും പ്രതികൂലത്തിലൂടെയും ഒക്കെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നയാളായിരുന്നു. He was a person who persecuted the people of God, who stood against God, who stood against all the people who saved God with all their heart. ഒരു പരിപാടിയും ഇല്ലാഞ്ഞിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങിയതല്ല പൗലോസ്. തനിക്ക് ജീവിക്കുവാനും രക്ഷപ്പെടുവാനുമുള്ള എല്ലാ ചുറ്റുപാടുകളും, എല്ലാ സാഹചര്യങ്ങളും, നല്ല അറിവും നല്ല പ്രാപ്തിയും എല്ലാം തനിക്കുണ്ടായിരുന്നു. He had many other situations and opportunities to go forward in his life, but he chose to stand against the people of God. നല്ല സമ്പത്തുണ്ടായിരുന്നു, നല്ല അറിവുണ്ടായിരുന്നു, നല്ല മത പാണ്ഡിത്യം തനിക്കുണ്ടായിരുന്നു, അധികാരങ്ങൾ തനിക്കുണ്ടായിരുന്നു, അധികാരികളുമായി ബന്ധമുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്ന ആളായിരുന്നു ഈ മനുഷ്യൻ. He was a person who carries a great authority, who have a financial setup and everything, every circumstances was there to move forward for him. ആ അധികാരം വെച്ചുകൊണ്ടാണ് യേശുവിനെ അനുഗമിച്ച ദൈവജനത്തിന് വിരോധമായി പ്രവർത്തിച്ചതും സംസാരിച്ചതുമൊക്കെ. ആ അധികാരങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിൽ ഉള്ളപ്പോൾ തന്നെയാണ് യേശു തന്നെ വിളിച്ചു വേർതിരിക്കുന്നത്. With that authority, he persecuted God's people, and he stood against the kingdom of God. But on the same time, when he had this same authority, God chose him for his glory. എല്ലാ അധികാരങ്ങളും യേശുവിന്റെ കാൽച്ചുവട്ടിൽ വെച്ചിട്ട് യേശുവിന്റെ നല്ലൊരു മകനായി താൻ മാറി. He submitted all his authority and surrendered himself and stood before the Lord as a child of God. തന്റെ അധികാരങ്ങൾ കൊണ്ട് തനിക്ക് ജയിക്കാൻ പറ്റിയില്ല. എല്ലാം തനിക്കുണ്ടായിരുന്നിട്ടും യേശുവിന്റെ മുമ്പിൽ തനിക്ക് ജയിക്കാൻ പറ്റിയില്ല. He could not be victorious or success with all the authorities that he had before the Lord. മറ്റെല്ലാവരുടെ മുമ്പിൽ താൻ ജയിച്ചു. തൻ്റെ കഴിവുകൾ, തനിക്ക് ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള അറിവുകൾ, തൻ്റെ മത പാണ്ഡിത്യം, തൻ്റെ സമ്പത്ത്, ഇതെല്ലാം വെച്ച്, പദവികളെല്ലാം വെച്ച്, അധികാരങ്ങളുമായിട്ടുള്ള ബന്ധം ചെന്ന് ചോദിച്ചിട്ട് ഒന്ന് അധികാരപത്രം തരിക എന്ന് പറയുമ്പോൾ തനിക്ക് അധികാരപത്രം കൊടുക്കത്തക്ക നിലയിലുള്ള ബന്ധമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഇതെല്ലാം
ആമേൻ. എല്ലാവരുടെയും മുമ്പിൽ ജയിച്ചു, പക്ഷെ യേശുവിന്റെ മുമ്പിൽ തനിക്ക് ജയിക്കാൻ പറ്റി. With authority he was given, he was a successful person before everyone, but before the Lord he failed with all the authorities that he had. അധികാരികളുടെ അടുത്ത് എന്നിട്ട് ആ ക്രിസ്തു വിശ്വാസികളെ വലിച്ചിഴയ്ക്കുവാനും കൊല്ലുവാനും അവരെ ഉപദ്രവിക്കുവാനും അവരെ കെട്ടിയിടുവാനും ഒക്കെയുള്ള അധികാരം തരയണമെന്ന് പറയുമ്പോൾ ആ അധികാരികൾ ഈ പൗലോസിന് അധികാരം കൊടുക്കണമെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം എത്ര വലിയതായിരുന്നു. With the authority that he had, he stood against the people of God, and to have that authority, with that authority, to have the letter given for to work against the people of God, the authoritative people already gave the papers that he wanted, and such kind of a relationship he had with the authorities. നിങ്ങൾ ആരെങ്കിലും ഈ ദേശത്തുള്ള അധികാരികളോട് ചെന്നിട്ട് അയ്യമ്മേൻ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു പേപ്പർ തരാൻ പറഞ്ഞാൽ, ഡയറക്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുമോ? ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അതിനാരെങ്കിലും നിങ്ങളെ പരിചയപ്പെടുത്തണം. ആ അധികാരികളുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും പരിചയപ്പെടുത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടുന്ന് ചില പേപ്പേഴ്സുകൾ ലഭിക്കത്തുള്ളൂ. If you directly approach an authoritative person to have a particular things done, you will not be able to do that without any recommendation. പൗലോസ് ചെന്ന് ചോദിച്ചു, ശൗലി എന്ന് ചോദിക്കുമ്പോഴേ ക്രിസ്തു വിശ്വാസികളെ ഉപദ്രവിക്കുവാൻ, ഒരു സന്തോഷത്തിന്റെ കാര്യത്തിന് വേണ്ടിയില്ല, ഉപദ്രവിക്കുവാൻ കഴിഞ്ഞ ദിവസത്തിൽ ലൈവിൽ ഈ ദൂതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയുണ്ടായി. ഉപദ്രവിക്കുവാൻ തന്നെ, അവരെ വലിച്ചിഴയ്ക്കുവാൻ, അവരെ കെട്ടിയിട്ട് വലിച്ച് ഇഴയ്ക്കുവാൻ, ഉപദ്രവിക്കുവാൻ, കൊല്ലുവാനൊക്കെയുള്ള ഒരു അതോറിറ്റിയാണ് മേടിച്ചുകൊണ്ട് താൻ പുറപ്പെടുന്നത്. He used his authority to drag the people of God, to persecute them, and to do everything he can possible against the will of God. ഈ മനുഷ്യൻ ആഗ്രഹിച്ചതെന്നറിയാമോ? യേശുവിനെ അനുഗമിക്കുന്ന ആളുകളെ വലിച്ച് കെട്ടിയിട്ടിട്ട് അവരെ ഉപദ്രവിക്കണം, അവരെ പീഡിപ്പിക്കണം, അവരെ കൊല്ലണം. ഇങ്ങനെയാണ് ഈ മനുഷ്യൻ ആഗ്രഹിച്ചത്. He thought to destroy the people by tying them together and persecute them to the maximum. പിടിച്ച് കെട്ടിയിടണം, അവരെ പിടിച്ച് കെട്ടിയിടണമെന്ന് ഈ മനുഷ്യൻ ആഗ്രഹിച്ചു. To tie them to with a rope. കെട്ടിയിട്ടിട്ട് അടിക്കണം, കെട്ടിയിട്ടിട്ട് ഉപദ്രവിക്കണം. അപ്പോൾ ആ കെട്ടപ്പെട്ട് കിടന്ന് അവൻ കാറുന്നതും കരയുന്നതും നിലവിളിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. He enjoyed when he persecuted the people of God. ചിലർക്ക് അങ്ങനെയാണ്. ചിലർ വേദനിക്കപ്പെടുന്നത് കാണുന്നത് ചിലർക്ക് ഭയങ്കര സന്തോഷമാണ്. Some people enjoy when somebody else go through any kind of pain. ചിലര് കഷ്ടതയ്ക്കകത്ത് കിടന്ന് കുഴയുന്നതും വേദനിക്കപ്പെടുന്നതും കാണുന്നത് സാത്താന്യ ശക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സാത്താന്യ ശക്തിയുടെ അനുഗാമികൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. Satanic kingdom enjoys when you go through many kind of painful situations, and they love to enjoy that. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ടു, ഒരു ചെറുപ്പക്കാരനെ ഏതോ ഹോസ്പിറ്റലിലോ ഏതോ ഒരു വരാന്തയിലോ തെണ്ണയിലോ ഇട്ട് കുറെ ചെറുപ്പക്കാര് ആ ചെറുക്കനെ അടിക്കുന്നത്. Last day we saw that some people together beating a person, standing together and beating him. അവൻ അയ്യോ അമ്മേ എന്നൊക്കെ വിളിച്ച് വാവിട്ട് കരയുകയാണ്. കരയുമ്പോഴും അവരുടെ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധം വെച്ച് ആ നിലത്തിട്ട് അടിച്ച് അവൻ നിലവിളിച്ച് കരയുന്നത് കാണുമ്പോൾ അവർക്കൊരു സന്തോഷം. Even though he is crying loudly, the people did not stop persecuting him. They keep on beating him over and over. ചിലരുടെ വേദനകൾ, ചിലരുടെ കരച്ചിലുകളെ സന്തോഷമാക്കുന്ന ചില ക്രൂരന്മാരുണ്ട്. There are some cruel people who enjoys the pain of others. കരയുന്നത് കാണാൻ, ചിലരെ ബുദ്ധിമുട്ടുന്നത് കാണാൻ, ചിലരെ തകരുന്നത് കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. They enjoy when some people go through any kind of painful situations. അതിന്റെ പിന്നിൽ ചലിക്കുന്ന ആരാണ്? പൈശാചിക ശക്തിയാണ് അതിന്റെ പിന്നിൽ ചലിക്കുന്നത്. Satan is the one who is working behind all this. ഈ വ്യാപാരം ചിലപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചിന്തകളിൽ ചിലപ്പോൾ വരാറുണ്ട്. These things you have been experiencing this kind of things. എപ്പോഴെന്നറിയാമോ? നിങ്ങളോട് ആരെങ്കിലും ഒരാൾ പിണങ്ങിയാൽ നിങ്ങളുടെ ഉള്ളിൽ അടുത്ത് വരുന്ന ചിന്ത എന്താണെന്നറിയാമോ? അവൻ മുടിയുന്നതെന്ന് കാണണം. If someone else did not go in contact with you, you might be thinking of destroying them. അവൻ തകർന്നു പോകുന്നത് കാണണം. അടുത്ത ദിവസങ്ങൾ എവിടെയെങ്കിലും അവൻ തകരണം, എവിടെയെങ്കിലും അവൻ മുടിയണം, എവിടെയെങ്കിലും അവനൊരു വണ്ടി ഇടിക്കണം, എവിടെയെങ്കിലും അവർക്ക് എന്തെങ്കിലും സംഭവിക്കണം. സംഭവിച്ചാൽ എന്റെ ദൈവം പ്രവർത്തിച്ചത് നമ്മൾ പറയും. We feel like if somebody else are destroyed when they are not in a direct contact with us or not talking with us, we say that it was the hand of God who worked for me. ആ ചിന്ത നമുക്ക് കൊണ്ട് തരുന്നത് ദൈവാത്മാവല്ല, ആ ചിന്ത നമുക്ക് തരുന്നത് സാത്താന്യ ശക്തിയാണ്. That is a thought that comes from Satan.
നമുക്ക് നിയോഗമില്ലാത്തത്, നമുക്ക് താല്പര്യമില്ലാത്തത് അവര് തകരണ്ട, അവര് നമ്മളിൽ നിന്ന് വിട്ടുപോക്കോട്ടെ. എന്നാലും കുഴപ്പമില്ല, അവര് തകരരുത്, അവര് വിട്ടുപോക്കോട്ടെ. Let them go away from us, but pray that they will not go through any kind of painful situation. ഞാൻ ചിലപ്പോൾ അങ്ങനെ ആഗ്രഹിക്കാറുണ്ട്, ദൈവമേ അവര് തകരരുതെന്ന്, വിട്ടുപോയിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. Sometimes I also thought the same. അവര് തകരുന്നത് നമുക്ക് കാണണ്ട, നമ്മുടെ കൂടെ നിന്ന് അവര് തകരുന്നത് കാണണ്ട, അവര് നശിക്കുന്നത് കാണണ്ട. അവര് വിട്ടുപോയി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്ന് ചിലപ്പോൾ ചിലരെ കുറിച്ച് ഓർത്തു പോകാറുണ്ട്. I don't want to see them to struggle so much. I thought of letting them go away from me. ചിലര് നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ, അവനെ അടിക്കണം കർത്താവേ. ചിലർ പറയാറുണ്ട്, എനിക്ക് എന്നോട് വിരോധമായി ചെയ്ത് അവന് സ്വസ്ഥത കൊടുക്കരുത്, അവന് ഉറക്കം കൊടുക്കരുത്, അവനോട് ഇന്ന് രാത്രി ഇടപെട്ട് അവന്റെ ഉറക്കം കളയണേ എന്നൊക്കെ നമ്മൾ ക്രൂരമായ ചിന്തയിൽ പ്രാർത്ഥിക്കാറുണ്ട്. Sometimes we may pray like those who stand against us, let them feel in different, let them go through many painful situations. They may not be sleeping at the night, and we pray such prayers before the Lord. ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാകുന്ന എങ്ങനെയാണ്, അവർ യേശുവിന്റെ കൈ കൊട്ടേഷൻ കൊടുക്കുന്നു പോലെ 2 എണ്ണം കൊടുത്തിട്ട് വരാൻ പോയി. It's like giving a quotation to Jesus. തല വെട്ടിയിട്ട് വരാൻ, കൈയും കാലും വെട്ടിയിട്ട് വരാൻ കൊട്ടേഷൻ കൊടുക്കുന്ന പോലെ ചിലര് പ്രാർത്ഥിക്കുന്നു, അവനെ ഇന്ന് രാത്രി ഉറക്കരുതേ, സ്വസ്ഥത കൊടുക്കരുതേ, ഇന്ന് അവളെ പിടിക്കണേ. യേശുവിന്റെ കൈ കൊട്ടേഷൻ കൊടുക്കുകയാണ്. It's like giving quotation to Jesus to destroy the person who is standing against you. ആ സമയങ്ങളിൽ നമ്മുടെ മേൽ കയറുന്നത് ഈ വ്യാപാരമാണ്, ഈ പൈശാചിക വ്യാപാരമാണ്. During that moment it is a satanic thought that is working behind us. ഇവിടെ പൗലോസ് പൗലോസ് എന്ന് പറയുന്നത് തെറ്റാണ്. ശൗല് ക്രൂരമായ നിലയിൽ ദൈവജനത്തോട് പോരാടുകയാണ്. Saul is so cruel towards the people of God. ക്രൂരമായ നിലയിൽ എന്ന് വെച്ചാൽ വലിച്ചു കെട്ടിയിട്ടിട്ട് അടിക്കണം. He tied them and he thought of beating them. അവൻ പ്രതികരിക്കരുത്, അവൻ ഓടരുത്, അവൻ അവിടെ തന്നെ നിൽക്കണം. അവന് ഒരു എവിടെയെങ്കിലും അടുത്ത് കെട്ടിയിട്ടിട്ട് അവനെ അടിക്കുന്നത് അത് ഏറ്റവും ക്രൂരമായ അവസ്ഥയാണ്. To beat a person over and over by tying them together on a rope is a kind of a cruel activity. ഈ ചെറുപ്പകാലത്ത് ഞങ്ങൾ 3 ആൺമക്കളാണ്. മൂത്ത ഏട്ടൻ ആ സമയത്ത് ഇച്ചിരി ആരോഗ്യമുള്ള ആളായിരുന്നു, ഞാൻ തീരെ ക്ഷീണിച്ച് മെലിഞ്ഞ ആളായിരുന്നു. We are 3 brothers and my elder brother is a so healthy person and I was a lean person. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്ക് പിടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടി നടത്തുമ്പോൾ ചേട്ടൻ ചിലപ്പോൾ ഇടിക്കാൻ വേണ്ടി വരും. When we quarrel together, my elder brother come to beat me. ചേട്ടൻ ഇടിക്കാൻ വരുമ്പോൾ ഞാൻ അവിടെ ജയിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം പറഞ്ഞോളാം. ഞാൻ അന്നേരം പറയും, നീ എന്നെ ഇടിച്ചോ, പക്ഷെ നീ ഓർത്തോണം, നിന്റെ ശരീരത്തോട് അതേ രക്തം എന്റെ ശരീരത്തോട് ഒന്നേലും ഞാൻ നിനക്ക് തിരിച്ചു തരും. When he punch me harder, I will say, if you have courage, you punch me, but after that I will also give the same to you because the same blood is running through my bloodstream. നീ 4-5 എണ്ണം എനിക്ക് കൂടുതൽ തരുമായിരിക്കും, പക്ഷെ എന്റെ 1 മേടിച്ചോണ്ടാ നീ പോകത്തുള്ളൂ. ഒരെണ്ണമെങ്കിലും ഞാൻ തിരിച്ചു തരുമെന്ന് പറഞ്ഞ് ഞാൻ പേടിപ്പിക്കുക. You might be punching me 3 or 4 times, but at least one punch I will give you back. ചെറുപ്പകാലത്ത് അങ്ങനെ കിട്ടാറും ഉണ്ടായിരുന്നു, കൊടുക്കാറും ഉണ്ടായിരുന്നു. There was a time when I received many punches from my brothers and I used to give them back too. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞ, എന്റെ കാര്യം പറഞ്ഞ. നിങ്ങൾ ഭയങ്കര മിടുക്കികളും മിടുക്കന്മാരുമായിരുന്നു. എന്റെ കാര്യം ഞാൻ പറഞ്ഞു, എന്റെ ചെറുപ്പത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ക്രൂരന്മാരുണ്ട്, പിടിച്ചു കെട്ടിയിട്ടിട്ട് ഉപദ്രവിക്കുക, അവരെ അത് കണ്ട് സന്തോഷിക്കുന്ന ക്രൂരന്മാർ. There are some cruel people who enjoys when they see someone struggling with pain when they are tied to a rope and beating over and over. ഇന്ന് ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചോണം, ഏതെങ്കിലും മേഖലയിൽ ഈ സാത്താന്യ ശക്തികൾ, ഈ ക്രൂരതയുടെ പ്രവൃത്തികൾ നിങ്ങളുടെ നേരെ ഏതെങ്കിലും വിധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ വിശുദ്ധ സഭായോഗത്തിൽ ഈ പകൽ ഞാൻ ഉറപ്പോടെ പറയാം, സ്വർഗം എന്ന വിഷയത്തെ കയറി ഇടപെടും. If Satan is trying to cruelly enable you to struggle over and over in any cases, today God will intervene in that matter. അവർ ക്രൂരതയോടുകൂടിയാണ് നിന്നോട് ഇടപെടുന്നത്. അവർ ക്രൂരതയോടുകൂടെയാണ് നിന്നോട് സംസാരിക്കുന്നത്. അവർ ക്രൂരതയോടുകൂടെയാണ് നിനക്ക് നേരെ ചില ആയുധം ഉപയോഗിക്കുന്നത്. അവരെ ഉപയോഗിക്കുന്ന സാത്താന്യ ശക്തിയാണ്. ചില പാരമ്പര്യ വ്യാപാരങ്ങളാണ്, ചില ദുഷ്ടവ്യാപാരങ്ങളാണ്, ചില ക്രൂരത നിന്നിൽ വെളിപ്പെടുത്തി നിന്നെ കരയിപ്പിച്ച് നിന്നെ ഉപദ്രവിച്ച്
സന്തോഷം അനുഭവിക്കുവാൻ കാത്തു നിൽക്കുമ്പോൾ ഇന്ന് പകൽ ദൈവാത്മാവ് ഉറപ്പോടെ പറയുന്നു, ആ വിഷയത്തിൽ കയറി ഞാൻ ഇടപെട്ടിരിക്കും. ആ ചെങ്ങലകളെ ഇന്ന് പകലിൽ പൊട്ടിച്ചിരിക്കും. നിനക്ക് വേണ്ടി ഒരു വിടുതൽ അവിടെ വെളിപ്പെടുത്തിയിരിക്കും. വിശ്വസിക്കുന്നവർ കാര്യമടിച്ച് അഭിഷേകത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞ്. Some people might be so cruel to you. They may speak cruelly. They may talk to you cruelly. But today, as we are in the presence of the Lord, the anointing of the Lord is going to break that. ചിലപ്പോൾ നിന്റെ ഭർത്താവിനെ അങ്ങനെ ക്രൂരനാക്കി മാറ്റും, അല്ലെങ്കിൽ ഭാര്യയെ ക്രൂരതയുള്ള ആളാക്കി മാറ്റും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ക്രൂരതയുള്ള ആ സ്വഭാവത്തിലേക്ക് മാറ്റും. അവർക്ക് ആ മനസ്സലിവ് തോന്നത്തില്ല, ആ വിഷയത്തിൽ ഒരു പശ്ചാത്താപം തോന്നത്തില്ല, മനസ്സലിവ് തോന്നത്തില്ല. അങ്ങനെ നിന്റെ വീടിന്റെ അകത്ത് പോലും ചിലരെ ഇങ്ങനെയുള്ള മനോഭാവത്തിലാക്കി അവർ നിങ്ങളുടെ നേരെ നിൽക്കുമ്പോൾ മനസ്സിലാക്കിക്കോണോ, ഇത് എൻ്റെ അച്ചാച്ചനല്ല നിൽക്കുന്ന. എടാ, എനിക്ക് മനസ്സിലായടാ, ഇതിന്റെ പിന്നിൽ വേറൊരുത്തൻ ചലിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കോണം. Sometimes your husband, your wife or your children may be so cruel to you, and you have to realize this morning that it's not them but the Satan who is working behind them. അങ്ങനെ ഉറപ്പുള്ളവർ എന്താ ചെയ്യുന്ന അറിയാമോ? ഇത് അച്ചായനല്ല ഈ വരുന്നത്, ഇത് അവളല്ല, എൻ്റെ ഭാര്യയല്ല വരുന്നേ. അങ്ങനെ വെളിപ്പാട് കിട്ടിയാൽ അന്നേരെ പുള്ളി ക്രൂരത സ്വഭാവത്തോടെ നിങ്ങളുടെ നേരെ വരുമ്പോഴേ നിങ്ങൾ ചിരിച്ചോണ്ട് അന്നേരെ ചക്കരമുത്തേന്ന് വിളിച്ചാണോ അച്ചാനത് ബോധം വീഴാനേ. അവൻ ഒറ്റ വിളി മതി, ആ വിളിക്കകത്ത് അവന്റെ മേലുള്ള വ്യാപാര ശക്തികൾ പൂട്ടും. Because it is not your husband or your wife who is talking so cruelly to you. ഇറ്റപ്പുലി പോലെ അവന്റെ നേരെ നിൽക്കരുത്. അന്നേരം നീയും പല്ല് കടിച്ച് നേരെ നിൽക്കരുത്. നീ മനസ്സിലാക്കിക്കോണം, ഇത് മറ്റവനാണ്, ഇത് ഞായറാഴ്ച പാർസ പറഞ്ഞ മറ്റേ പുള്ളിയാണ്, ഇവനും ക്രൂരതയായിട്ട് വരുന്നതാണ്, എന്നെ കലിപ്പിക്കാൻ, എൻ്റെ മൂട് കളയാൻ വരുന്നതാണ് എന്ന് കരുതി നീ ഒന്ന് ശാന്തമായി നിന്നോണം. പുള്ളി അല്പം കഴിയുമ്പോൾ ശാന്തമായിക്കോളും, അല്പം കഴിയുമ്പോൾ മാറിക്കോളും. നിന്റെ നേരെ ക്രൂരത വരുത്തുവാൻ ചില വീടുകൾക്കകത്ത് കയറി നിൽക്കുന്ന വ്യാപാര ശക്തികളുടെ മേൽ ഇന്ന് പകൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു. ചിലതിനെ ദൈവം ഒതുക്കുന്ന പകലാകട്ടെ. All the satanic attacks that is trying to destroy your peaceful nature, God is going to destroy that in the name of Jesus. നിങ്ങൾ ഒന്നുകൂടെ നിങ്ങൾ ചിന്തിച്ച്, ശൗലിനെ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആരാ? യേശു അല്ലല്ലോ. ഇതുവരെ ശൗലിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സാത്താന്യ ശക്തികളാണ്. Saul has been used by Satan. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് തന്നെ പിടിച്ചതിന് ശേഷം, തന്നെ മാറ്റം വരുത്തുന്നതിന് ശേഷം പിന്നെ തന്നെ ഉപയോഗിച്ചത് ആരാ? യേശുവാണ് തന്നെ ഉപയോഗിച്ചത്. When he was completely changed in Damascus, from there on God has been using him. അപ്പൊ ഈ രണ്ട് ജീവിതത്തിന്റെയും സ്വഭാവങ്ങളുടെ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചേ. ദമസ്കോസിന്റെ പടിവാതിക്കൽ എത്തുന്നതിന് പുറകിലുള്ള തന്റെ ജീവിതത്തിന്റെ മാറ്റവും, തന്റെ ജീവിതവും, തന്റെ സ്വഭാവവും, തന്റെ രീതികളും, തന്റെ ചിന്താഗതികളും, യേശുവിനാൽ പിടിക്കപ്പെട്ടതിന് ശേഷമുള്ള തന്റെ സ്വഭാവവും, തന്റെ ചിന്താഗതിയും, തന്റെ രീതികളും മനസ്സിലാക്കുമ്പോൾ നമുക്ക് നിശ്ചയമായിട്ട് അറിയാം, ഒന്ന് സാത്താന്യ ശക്തി ഉപയോഗിച്ച്, ഇപ്പുറത്ത് യേശു ഉപയോഗിച്ചു. Before he was saved by God, he was completely been used in the hands of Satan. But after he saw Jesus in Damascus, from there on it was God who was leading him. സാത്താന്യ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്രൂര സ്വഭാവം ഉണ്ടായിരുന്നു, പിടിച്ച് കെട്ടിയിട്ട് തല്ലുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, ആരെങ്കിലും കരയുന്ന കണ്ടാൽ മനസ്സിലായില്ലായിരുന്നു, മതത്തിന് വേണ്ടി, മത സംഹിതകൾക്ക് വേണ്ടി എന്നും പറയുകയും എന്നും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. താൻ മഹാ ക്രൂരനായിരുന്നു. എന്നാൽ യേശുവിനാൽ പിടിക്കപ്പെട്ടതിന് ശേഷം, യേശുവിന്റെ ആത്മാവ് തന്നിൽ വ്യാപരിച്ചതിന് ശേഷം താൻ ഒരു മനസ്സലിവുള്ള ഒരു മനുഷ്യനായി. When he was used by Satan, he was totally a person who is cruel, who has no kind of any soft heart towards anyone, and he used his authority to destroy the people of God. But once he saw Jesus, he was a person who is so much of soft-hearted, and he delivered peace to many people. തന്റെ ജീവിതത്തിന്റെ ഓരോ യാത്രകളും, തന്റെ വാക്കുകളും, തന്റെ ചില ലേഖന ഭാഗങ്ങളും, ചിലരോടുള്ള ദൂതുകൾ കൈമാറുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും, തന്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തെ അറിഞ്ഞ് യേശുവിന്റെ സന്ദേശത്തെ കൈമാറുവാൻ അമേൻ ചിലരോട് മനസ്സലിവ് കാണിക്കുന്ന, അമേൻ അടിച്ചാൽ തിരിച്ചടിക്കാത്ത, അമേൻ ചാട്ടവാറ് കൊണ്ട് അടിയേൽക്കുമ്പോൾ നിന്ന്
വീണ് കൊടുക്കുന്ന, കാരാഗൃഹത്തിന്റെ അകത്ത് പിറുപിറുക്കാതെ കിടക്കുന്ന, യേശുവിന് സ്തുതി പാടുന്ന, എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്ന, എന്ത് സംഭവിച്ചാലും തിന്മയല്ല അത് നന്മയാന്ന് പറയുന്ന, ആമേൻ, എന്റെ യേശു എനിക്കൊരു ദോഷവും ചെയ്യത്തില്ലെന്ന് പറയുന്ന, എത്രയോ നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമയായി മാറുവാൻ കാര്യമെന്താണ്? യേശുവിന്റെ ആത്മാവ് അവനിൽ വ്യാപരിച്ചത് കൊണ്ടാണ്. ഇന്ന് പകൽ വിശ്വസിക്കുക, ഈ അഭിഷേകമാണ് നിങ്ങളുടെ മേൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, സ്നാനപ്പെട്ട ദൈവ പൈതലേ, നിന്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അഭിഷേകമാണ്. ഇന്ന് പകൽ വിശ്വസിക്കുക, നിന്റെ വീടിനകത്ത് അത് വ്യാപരിച്ചു തുടങ്ങും. നിന്റെ തലമുറയുടെ മേൽ അത് വ്യാപരിച്ചു തുടങ്ങും. നിന്നെ ദ്രോഹിക്കുന്നവരുടെ മേൽ, നിന്നെ കരയിപ്പിക്കുന്നവരുടെ മേൽ, നിന്റെ തലമുറയിട്ട് വലയ്ക്കുന്നെങ്കിൽ അവരുടെ മേൽ അത് വ്യാപരിച്ചു തുടങ്ങും. വിശ്വസിക്കുന്നവർ കാര്യമടിച്ച് യേശുവിനൊന്ന് ആരാധന കൊടുത്തേ. When he was totally transformed by God, his total approach towards the people, towards every kind of actions has completely changed, and he wrote many books and chapters for the people of God, saying that we must pursue love, we must have love towards the people, and his heart becomes totally softened. നിങ്ങളിൽ അങ്ങനെ ഒരു സ്വഭാവം വെളിപ്പെടുന്നെങ്കിൽ നിങ്ങൾ അന്നേരം ഓർത്തോണം, ഇത് മറ്റവന്റെ ശക്തിയാണ്. If any kind of any kind of evil practices comes from you, it's totally from Satan. നിങ്ങളുടെ വീടുകളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു സ്വഭാവം വെളിപ്പെടുന്നെങ്കിൽ ഓർത്തോണം, ഇത് മറ്റവന്റെ ശക്തിയാണ്. If someone in your house shows such kind of an evil nature, understand that it is from Satan. അത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ സ്റ്റെപ്പ് വെക്കണം. You must step up with that understanding. ഇനി നമുക്ക് നമ്മളിലേക്ക് വരാം. ഇത് നമ്മളിൽ സംഭവിക്കാതെ നമ്മൾ നോക്കണം. We have to understand that we should be so much careful that this kind of nature should not come within us. എത്രയോ താഴ്മയുടെ, എത്രയോ സമർപ്പണത്തിന്റെ, എത്രയോ ദൈവസ്നേഹത്തിന്റെ, യേശുവിനോട് കൂടെ നടക്കുന്ന നല്ല ഒരു സ്വഭാവത്തിന് ഉടമയായി താൻ മാറി. Totally he was changed, and he have so much of love in him, so much of humbleness, and he was so much righteous before the Lord. യേശുവിനാൽ പിടിക്കപ്പെട്ടതിന് ശേഷവും യേശുവിനാൽ പിടിക്കപ്പെടുന്നതിന് മുമ്പുമുള്ള ശൗലിനെ പൗലോസാക്കി മാറ്റുമ്പോൾ ആ വ്യത്യാസം ഒറ്റ നോട്ടത്തിൽ അറിയാമായിരുന്നു. It's clearly visible the drastic change that he had before he was caught up by the Lord, and after he was caught up by the Lord. അല്പനേരം തന്നോട് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം, അല്പനേരം തന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, പൗലോസിന്റെ ഓരോ ഡീലിംഗ്സും കാണുമ്പോൾ തന്നെ അറിയാം, ഇവനിൽ യേശു വസിക്കുന്നുണ്ട്. When he see his dealings and when he hear his messages, we could understand that God is living in him. ഇവനിൽ യേശു വസിക്കുന്നുണ്ട്, ഇവനിൽ യേശുവിന്റെ ആത്മാവ് വസിക്കുന്നുണ്ട് എന്ന് നമ്മെ കണ്ട് ചിലർ പറയണം. By observing as people around us to say that the spirit of the Lord is living within us. അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ വന്നത് വലിയതിനെ പോലും താൻ ചെറുതായി കണ്ടു. He saw everything, something that is coming bigger, he considered them much little. യേശുവിനെ കണ്ടു, യേശുവിന്റെ ശബ്ദം വ്യക്തമായി കേട്ടു. ആ വ്യക്തമായി കേട്ട ആ ശബ്ദത്തിനൊത്താണ് താൻ ഇറങ്ങിയത്. He saw Jesus, he heard the voice of the God, and accordingly he moved forward. ഈ സംഭവം തന്നോടുള്ള യേശുവിന്റെ ഇടപെടലാണെന്ന് തനിക്ക് മനസ്സിലായി. He believed that he understood that the problem that the thing that happened that time was the encounter that he had with Jesus. അത് മനസ്സിലായിട്ടും താൻ അതിലേക്ക് സ്റ്റെപ്പ് വെക്കാതെ വേറൊരു വഴിക്ക് പോയില്ല. ആ വഴികളിലേക്ക് തന്നെ താൻ സ്റ്റെപ്പ് വെച്ചു. He did not deviated from what God intended him to do. He was considerably totally in connection with God. ചിലർക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അതെന്നോടുള്ള ഇടപെടലാണ്. ഞാൻ ഉണരേണ്ട സമയമായി, ഞാൻ പ്രാർത്ഥിക്കേണ്ട സമയമായി, ഞാൻ പ്രയോജനപ്പെടേണ്ട സമയമായി, ഞാൻ എഴുന്നേൽക്കേണ്ട സമയമായി. ഇങ്ങനെയൊക്കെ സ്തോത്രം പലർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടും ആ മേഖലയ്ക്ക് വ്യക്തമായി തിരിയാത്തവരുണ്ട്. Some of you have clearly understood that you have received the understanding that it is time for you to rise up before the Lord, but still many of you have deviated from the will of God. പ്രാർത്ഥിക്കേണ്ട സമയമായി, എഴുന്നേൽക്കേണ്ട സമയമായി, ഉണരേണ്ട സമയമായി, പ്രയോജനപ്പെടേണ്ട സമയമായി, വേലയ്ക്ക് ഇറങ്ങേണ്ട സമയമായി, കർത്താവിന് വേണ്ടി നിൽക്കേണ്ട സമയമായി, സുവിശേഷം പറയേണ്ട സമയമായി.
പല പ്രേരണകൾ ലഭിച്ചിട്ടും അവിടേക്ക് സ്റ്റെപ്പ് വെക്കാതെ തിരിഞ്ഞു പോകുന്നവരെ കണ്ടിട്ടുണ്ടോ? There are many people who deviated from the calling that they had before the Lord to pray, to arise, to share the word of God to the ends of the world, but still they are not heeding to what God intended them to do. ഒറ്റ ദൂത്, ഒറ്റ ദൈവശബ്ദം, അതിന്റെ പേരിൽ ഈ ശൗൽ ഒന്നും നോക്കിയില്ല. അവിടെ മുതൽ യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. But once and for every time a revelation that Saul received, the very moment he completely heeded to what God wants him to do. ഇവിടെ 100 ദൂത് ലഭിച്ചിട്ടും പിന്നെയും സംശയത്തോടെ നിൽക്കുക ചിലർ. Still now we have received many prophecies from the Lord, promises from the Lord, but still we are in doubt to what to do next. ഒറ്റ ദൂത് ലഭിച്ചപ്പോൾ ആ ദൂത് പ്രകാരം താൻ തിരിഞ്ഞതപ്പോൾ ഒരിക്കലും ഈ പൗലോസിന് ശൗലിനെ തകർത്ത് കളഞ്ഞില്ല. ശൗലിനെ പൗലോസാക്കി എടുത്തിട്ട് യേശു തന്റെ കരങ്ങളിൽ ശക്തിയോടെ ഉപയോഗിച്ചു. When he surrendered to the will of God, the very moment God turned him from Saul to Paul and used him mightily for the glory of God. ഞാനിപ്പോൾ തിരിഞ്ഞാൽ എന്റെ മത ബന്ധങ്ങൾ, എന്റെ മത നേതാക്കന്മാർ, എന്റെ അധികാര ബന്ധങ്ങൾ, ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ ഇനി എന്താകും, ഇനി എവിടേക്കാകും എന്ന് 100 ചിന്തയല്ല വന്നത്. മുഴുവൻ അവന്റെ തലയിൽ നിന്ന് മാറിപ്പോയിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് അവൻ തിരിയുകയാണ്. He did not thought of what my authorities, religious authorities might think, my family members might think, but without even thinking about all other things around him, he surrendered fully before the God and followed Jesus right away. ഒരു ജനിച്ച ഒരു കുഞ്ഞ് വളർന്നു വരുന്നത് പോലെ ശൗൽ അവിടെ റീഫ്രഷ് ആയിട്ട് അവൻ പുതിയ ഒരു പൗലോസ് ആയിട്ട് ജനനം പ്രാപിച്ചങ്ങ് വളരുകയായിരുന്നു. As a new child, a newborn baby, he became a new creation. ഒറ്റ വാക്കിൽ ഞാൻ ഇങ്ങനെ പറയാം, അവൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് നടന്നത് ശൗലിന്റെ മരണവും പൗലോസിന്റെ ജനനവും. It was in Damascus, it was the death of Saul and the life of Saul. ശൗല് മരിച്ചുപോയി, ഇത് പൗലോസ് ജനിച്ചതാണ്. It was the death of Saul and a life to Paul. ആ പഴയ ശൗല് മരിച്ചുപോയി, ഇത് പുതിയ പൗലോസാണ്. ഇവിടുന്ന് ആരംഭിക്കുകയാണ്, ഇവിടുന്ന് പുതിയ മൈൻഡാണ്, ഇവിടുന്ന് പുതിയ ചിന്താഗതിയാണ്, ഇവിടുന്ന് പുതിയ ആരംഭമാണ്. പൗലോസേ ആമേൻ. പഴയ ശൗല് മരിച്ചു പൊക്കോട്ടെ. ആ പഴയ ശൗലിന്റെ കയ്യിൽ പഠിത്തമുണ്ട്, ആ പഴയ ശൗലിന്റെ കയ്യിൽ ആമേൻ മതബന്ധമുണ്ട്, നേതാക്കന്മാരുമായുള്ള ബന്ധമുണ്ട്, അറിവുണ്ട്, പ്രാപ്തിയുണ്ട്, നേടിയത് മുഴുവനുണ്ട്. ആ പഴയ ശൗല് മരിച്ചതിന്റെ കൂടെ ആ പഴയ അറിവും നിന്റെ കയ്യിലുള്ളതെല്ലാം മരണപ്പെടുകയാണ്. ഇവിടെ നിന്നൊരു പുതിയ പൗലോസ് ജനിച്ചാരംഭിക്കുകയാണ്. ആ പൗലോസിന് വേണ്ടിയത് മുഴുവൻ യേശു അവൻ പകർന്നു കൊടുക്കുകയാണ്. ഇന്ന് പകൽ ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, ആമേൻ സ്തോത്രം, നേടിയതൊന്നും നിന്റെ കയ്യിലില്ലായിരിക്കും, എല്ലാം നഷ്ടപ്പെട്ട് കാണും, ഒരു വട്ട പൂജ്യമായിരിക്കും നീ. എന്നാൽ യേശുവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കാമെങ്കിൽ നീ പോലും അതിശയിച്ചു പോകത്തക്ക നിലയിൽ പുതിയത് നിന്റെ കയ്യിൽ വന്നു ചേരും. പുതിയത് വന്നു ചേരും. പുതിയ പാതകൾ. ഇന്നലെ വരെ നടന്ന വഴിയിലൂടെ അല്ല നീ നടക്കാൻ പോകുന്നത്, ഇന്നലെ വരെ ചെയ്തതല്ല നീ ചെയ്യാൻ പോകുന്നത്. പുതിയത് ചിലത് സംഭവിക്കുവാൻ പോകുകയാണ്. ഈ വിശുദ്ധ ഞായറാഴ്ചയുടെ പകലിൽ ആരോട് ദൈവാത്മ പറയുന്നു, ചിലർക്കൊരു തിരിവിന്റെ പകലാകട്ടെ, പുതിയത് ചിലത് വന്നു ചേരുമെന്ന് വിശ്വസിക്കുന്നവർ നന്നായി കരമടിച്ചെന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. When Paul completely heeded himself before the Lord, God transformed him completely and he was mightily being used in the hands of the Lord. All his past things were dead, and right like that, if we completely surrender ourselves before the Lord, God is going to use us mightily for the kingdom of his glory. ആ വിശ്വാസമുള്ളവർ എന്തിനാ പറയുന്നത്, പിന്നെ എന്റെ അപ്പനൊന്നും എനിക്ക് തന്നില്ല, എന്റെ സഹോദരങ്ങളൊന്നും എനിക്ക് തന്നില്ല, ആരും എനിക്ക് വേണ്ടി ഒന്നും കരുതിയില്ല, എനിക്ക് വേണ്ടി ആരും ഒന്നും ശേഖരിച്ചു വെച്ചിട്ടില്ല, ആമേ ഞാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് എന്നെന്തിനാ അവര് സങ്കടപ്പെടുന്നത്? അവരങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമില്ല. നിനക്കൊരു പുതിയ ജനം ലഭിച്ചിരിക്കുകയാണ്. യേശുവാണ് നിന്നെ വളർത്തുന്നത്, യേശുവാണ് നിന്നെ വളർത്തുന്നത്. പൗലോസേ, ഇനി നിന്നെ വളർത്തുന്നത് യേശുവാണ്. ശൗലേ, നിന്നെ വളർത്തിയത് നിന്റെ അപ്പനും അമ്മയുമാണ്. നിന്നെ വളർത്തിയത് മതശക്തികളാണ്, നിന്നെ വളർത്തിയത് ആമേൻ മറ്റു ശക്തികളാണ്. എന്നാൽ പൗലോസിനെ നോക്കിയിട്ട് യേശു പറയും, ഇനി നിന്നെ വളർത്തുന്നത് ഞാനാണ്, ഇനി നിനക്ക് വേണ്ടുന്നത് തരുന്നത് ഞാനാണ്, ഇനി നിനക്ക് ആരോഗ്യം തരുന്നത്, ബലം തരുന്നത്, ഇനി നിനക്ക് ശുശ്രൂഷ തരുന്നത്, ഇനി നിന്നെ ചിലയിടത്ത് നിർത്താൻ പോകുന്നത്, ചില വഴികളെ തുറന്നു തരുന്നത് ഞാനാണ്. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? ഇതിന്റെ അകത്തിരിക്കുന്ന ആരോടൊക്കെ, ഈ ലൈവിൽ ശ്രദ്ധിക്കുന്ന ആരോടൊക്കെ ദൈവം എന്ന് പറയുന്നു, നിന്റെ പ്രിയപ്പെട്ടവരെല്ലാം എടുത്തോണ്ട് പോയാലും ഇന്ന് പകൽ വിശ്വസിച്ചോ, യേശു നിന്നെ വളർത്തും.
When Paul lost everything that he had in the past, but once he submitted himself before the Lord, everything that he has lost, God gave him, hallelujah, double fold in the same way. Do not be anxious or conscious about what has been lost in the past, but something God is going to give you newly, something that nobody has given you before, and he is going to use you, giving you everything that you want, more than what you have ever imagined. എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുകയാണോ? ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയോ? എല്ലാം തകർന്നു പോയോ? എല്ലാം ഉടഞ്ഞു പോയോ? നിങ്ങൾക്ക് വട്ടപൂജ്യം എന്നതുപോലെ നിങ്ങളായി നിൽക്കുകയാണോ? നിങ്ങൾ ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നു, നിങ്ങൾ സങ്കടപ്പെടേണ്ട, യേശു നിന്നെ വളർത്തുവാൻ പോവുകയാണ്. You might be a person who lost everything, and you will feel like you are a big zero before everyone, but God is telling you that God will raise you from today. യേശു ഒരാളെ വളർത്തിയാൽ അവൻ അങ്ങനെ ബലവാനായി തന്നെ നിൽക്കും. He is going to take care of you and you will be stronger. യേശു വേണ്ടുന്നതെല്ലാം കൊടുത്തു ഒരാളെ അങ്ങോട്ട് വളർത്തിയാൽ അവന്റെ അവസാന സമയത്ത് അവൻ ബെഡ് കിടക്കുമ്പോഴും തീർന്നേ, അവസാനിച്ചേ, ജീവിതം പോയേ, മുടിഞ്ഞ ജീവിതം, തകർന്ന ജീവിതം എന്ന് പറയത്തില്ല. അവൻ അവിടെ കിടന്ന് പറയും, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കുണ്ടെന്ന് പ്രഖ്യാപിക്കത്തക്ക നിലയിൽ, സ്വന്തമായി പ്രവചിക്കത്തക്ക നിലയിൽ, ഒരു പ്രത്യാശയോടുകൂടെ അന്ത്യം കുറിക്കത്തക്ക നിലയിൽ അവന്റെ അവസാനത്തോളവും യേശു അവന്റെ കൂടെ നിൽക്കും. അഭിഷേകം അവന്റെ വെച്ചായിരിക്കും. If God is taking the whole control of your life, even when you are in the deathbed, from there also you will have that faith that when I will one day see Jesus face to face, and he will have that hope in his heart. ആരാ പ്രത്യാശയുടെ വാക്ക് പറയുന്നു? ഈ അഭിഷേകമുള്ളവരാ പ്രത്യാശയുടെ വാക്ക് പറയും. Those who have that anointing, those who have received that anointing will always say words of hope. നിങ്ങളെ നോക്കി പ്രത്യാശയുടെ വാക്ക് പറയണം. ഞാൻ ഉറപ്പ് പറയാം, ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, നിങ്ങൾ പരാജയപ്പെടാൻ ഇറങ്ങിയവരല്ല, നിങ്ങൾ വിജയിക്കുവാൻ വേണ്ടി മാത്രം ഇറങ്ങിയവരാണ്. You are not the one who are called to be failed, but you are a successful person called to be a victorious. ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നു, ആമേൻ. നിന്നെ വിളിച്ചിറക്കിയ യേശു നിന്നോട് പറയുന്നു, പരാജയം എന്നൊരു പദം നിന്റെ ഡിക്ഷണറിക്കകത്തില്ല. നിന്നെ പരാജയപ്പെടുത്താൻ ആരും നിരൂപിച്ചാലും നടക്കത്തില്ല. ഈ ദിവസങ്ങളിൽ ചില വ്യാപാര ശക്തികൾ അതിനുള്ള തന്ത്രങ്ങൾ നടത്തുന്നുണ്ട്. സ്വർഗം പറയുന്നു, ഞാൻ അതിനെ പൊളിക്കാം. There is no word as failure in the dictionary of the Lord, and God is going to take care of you, and he is going to make you victorious. ശക്തിയോടെ കരം അടിച്ചു കർത്താവിനെ സ്തുതിച്ചേ. Amen. Hallelujah. ചില പരിശ്രമങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആരുടെയൊക്കെയോ മേൽ, ആരുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ, ആരുടെയൊക്കെ കുടുംബത്തിന്റെ മേൽ, ആരുടെയൊക്കെ തലമുറയുടെ മേൽ ചില സാത്താന്യ ശക്തികൾ ചില പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിപ്പുണ്ട്. ഇന്ന് പകൽ വിശ്വസിച്ചു, ഈ 101 ദിവസത്തെ പ്രത്യേക പ്രാർത്ഥനയുടെ 66ാമത്തെ പകലിൽ നിന്നുകൊണ്ട് ഞാനിത് പ്രവചിക്കുന്നു. ചില പരിശ്രമങ്ങൾ തകരാൻ പോകുകയാണ്, ചില പരിശ്രമങ്ങൾ തകരുവാൻ പോകുകയാണ്. സാത്താന്യ ശക്തികളുടെ സകല തന്ത്രങ്ങളും ഇന്ന് പകൽ തകരുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ നന്നായി അടിച്ചു ശക്തിയോടെ, അഭിഷേകത്തോടെ. There are some satanic tricks and tactics that is trying to destroy your family, destroy your future, but as you worship the Lord with spirit, God is going to destroy that and deliver you from all the satanic attacks. ഓടാരബാന ശംദരാജഗാഥ വൈഡമാലഗേധേ ഉടബലബലബന ശാന്തികരഗതന. അങ്ങനെ അഭിഷേകം ഇന്നകത്ത് ചലിക്കുന്നുണ്ട്, അങ്ങനെ അഭിഷേകം എന്ന് ചലിക്കുന്നുണ്ട്. ആരോടോ ദൈവാത്മാവ് പറയുന്നു, നിന്നെ ഞാൻ തിരിച്ചത് ഞാനാ, നിന്നെ വിളിച്ചിറക്കിയത് ഞാനാ. ആമേൻ. പഴയ നീ മരിച്ചു, പഴയ മനുഷ്യൻ മരിച്ചിട്ട് ഒരു പുതിയ പൈതലാക്കി, ഒരു പുതിയ ദൈവ പൈതലാക്കി നിനക്ക് ജനനം തന്ന് നിന്നെ രക്ഷിക്കപ്പെടുത്തി, നിന്നെ മുടികൾ സ്നാനപ്പെടുത്തി, എൻ്റെ മകനെന്ന എൻ്റെ മകളെന്ന പദവിയിലേക്ക് നിന്നെ കയറ്റി, ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതി. നിന്നെ ഇതുവരെ കൊണ്ടുവന്നത് ഞാനാണ്, ഇതുവരെ നിന്നെ വളർത്തിയത് ഞാനാണ്. എത്രയോ അപകടങ്ങൾ നിന്റെ മുമ്പിൽ വന്നെന്നറിയാമോ? എത്രയോ അനർത്ഥങ്ങൾ വന്നെന്നറിയാമോ?
എന്നറിയാമോ? ശത്രു എത്ര തവണ പദ്ധതി ഒരുക്കിയെന്നറിയാമോ? ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല, നിന്റെ തലമുറ ഏൽപ്പിച്ചു കൊടുത്തില്ല, നിന്റെ കുടുംബത്തെ ഏൽപ്പിച്ചു കൊടുത്തില്ല. എന്റെ സുരക്ഷിതത്വം ഞാൻ വെളിപ്പെടുത്തി ഇതുവരെ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് ദൈവാത്മാവ് ആരോട് പറയുന്നു? ഒരു വിജയത്തിന്റെ ചവിട്ടുപടി കയറുവാൻ പോവുകയാണ്. നീ ചവിട്ടി ചവിട്ടി കയറും, നീ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് കയറും. താഴ്ചയല്ല നിനക്ക് ഭവിക്കുവാൻ പോകുന്നത്, നിനക്കൊരു ഉയർച്ചയാണ് ഭവിക്കുവാൻ പോകുന്നത്. ആമേൻ. നിനക്ക് താഴ്ച ഭവിക്കത്തക്ക നിലയിൽ ചില സാധാന്യ ശക്തികൾ തന്ത്രമൊരുക്കുന്നുണ്ട്. ഇന്ന് പകൽ ഈ അഭിഷേകത്തിനകത്ത് അത് പൊട്ടിക്കൊണ്ടിരിക്കുന്നു, ഈ അഭിഷേകത്തിനകത്ത് തകർന്നുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന ചിലർ കരമടിച്ചു പ്രാപിക്കുമ്പോൾ ചിലർക്ക് ശരീരത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നു പുതിയൊരു അഭിഷേകത്തിന്റെ തീ. You are being called by the God. You are being saved. You are being baptized, and your name has been written in the book of life. And thus far I have taken you and carried you. And in the days to come, all the satanic attacks that are trying to destroy you is going to, hallelujah, be completely destroyed in the name of Jesus. And you are going to be delivered. You are not going to fall down. I will pick you up and I will use you mightily in the hands of the Lord. ഇന്നത്തെ നീ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു നിന്റെ അടുത്ത് വന്ന് നിന്റെ ശിരസിലേക്ക് കരം വെച്ചോട് പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിന്നെ അങ്ങോട്ട് വളർത്താൻ പോവുകയാണ്. നീ എന്റെ മകനാ, നീ എന്റെ മകളാ, ഞാൻ നിന്നെ വളർത്താൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. ലൈവിലുള്ളവർ വിശ്വസിച്ചു. നിന്നെ നോക്കിയിട്ട് പരിശുദ്ധമ്മ പറയുന്നു, ഞാൻ ഇന്നു മുതൽ നിന്നെ അങ്ങോട്ട് വളർത്താൻ പോവുകയാണ്. You are my son, you are my daughter, and from today I am going to take care of you. നീ എന്റെ മകനാ, നീ എന്റെ മകളാ. ആരുടെയോ തലയെ കൈവച്ചിട്ട് യേശു പറയുന്നു, നീ എന്റെ മകനാണ്, നീ എന്റെ മകളാണ്. ഒന്നിനും ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല, ഒന്നിനും ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ഇന്നു മുതൽ ഞാൻ നിന്നെ അങ്ങോട്ട് വളർത്തും. You are my son, you are my daughter, nothing can fail you. I will take care of you. ഇന്നലെ വരെ ജീവിച്ചതുപോലെയല്ല, നിന്റെ അപ്പം വളർത്തിയതുപോലെയല്ല, നിന്റെ അമ്മ വളർത്തിയതുപോലെയല്ല യേശു നിന്നെ വളർത്താൻ പോകുന്നു. It's not like how your parents took care of you. God is going to take care of you in a different manner. നിന്റെ അപ്പന്റെ കഴിവിനൊത്ത്, അമ്മയുടെ കഴിവിനൊത്താ നിന്നെ വളർത്തിയേ. എന്നാൽ യേശു പറയുന്നു, ഞാൻ വളർത്തുന്നത് എന്റെ കഴിവിനൊത്താ വളർത്താൻ പോകും. Your parents took care of you according to their ability, but I am going to take care of you with how I am and with my ability. നിന്റെ അപ്പന്റെ കഴിവിനൊത്താ നിന്നെ വളർത്തിയ, അമ്മയുടെ കഴിവിനൊത്താ വളർത്തിയേ. എന്നാൽ യേശുവിന്റെ കഴിവിനൊത്ത് വളർത്തും. Your father, your mother has taken care of you according to their ability, but with my ability I am going to take control of your life. ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പാലാരിവട്ടത്ത് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ വാഹനം അല്പം അങ്ങോട്ട് മാറിയേ കടന്ന് അങ്ങോട്ട് പോകുവാൻ വേണ്ടി ഭയങ്കര മഴ. അപ്പോൾ അങ്ങോട്ട് പോകുവാൻ വേണ്ടി അവിടുത്തെ ഒരു ബ്രദറിന്റെ വാഹനത്തിൽ കയറി ഞാൻ അവിടേക്ക് ഇങ്ങനെ പാസ് ചെയ്തു പോയി. I was passing by when I had a meeting in Ernakulam. It was heavily raining and I was sitting in a car. ഒരു BMW കാറിലാണ്, ഒരു BMW പുത്തൻ കാർ ഇറങ്ങിയതുള്ളൂ, ഒരാഴ്ചയായുള്ളൂ. ആ പുത്തൻ കാറിൽ എന്നെ കയറ്റിയിരുത്തി ഞാനിങ്ങനെ പോവാണ്. നമ്മുടെ BMW മേടിക്കാൻ കാശില്ലെങ്കിലും കർത്താവ് നമ്മളെ കയറ്റും. വില കൂടിയ വാഹനത്തിൽ ഒക്കെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. I was in a new BMW car sitting there. ഞാൻ എൻ്റെ വണ്ടിയെ BMW എന്നൊക്കെ ചിന്തിച്ചാ ഞാൻ പിടിച്ചു പോകുന്നേ. BMW അല്ലെന്നേ ഉള്ളൂ, അതിലൊക്കെ പിടിക്കുന്ന പിടിച്ചാ നമ്മൾ പോകും, നമുക്ക് യാത്ര ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഞാൻ ആ വാഹനത്തിൽ ഇങ്ങനെ അങ്ങോട്ട് യാത്ര ചെയ്ത് പോകുന്ന അല്പസമയങ്ങളിൽ ഈ ബ്രദറുമായി ഇങ്ങനെ സംസാരിച്ചു. As I was passing by, I was talking with the brother who was sitting beside me. ഞാൻ ചോദിച്ചു, വാഹനം നിങ്ങളുടെയാണോ, നിങ്ങൾ പുതിയത് മേടിച്ചതാണോ, എന്താണ് വാഹനം നിങ്ങളുടെയാണോ? I was asking him whether this car is yours. പുള്ളി പറഞ്ഞു, എൻ്റെ വാഹനമല്ല. He said it's not mine. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റേതുപോലെ ഇപ്പം ഉപയോഗിക്കുകയാണ്. I'm using this as if it's mine. ഉഴപ്പി നടന്ന ദേശവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ഉഴപ്പി നടന്ന ഒരു ചെറുപ്പക്കാരനാണ്. He was a person who had no relationship with God. എന്ന് വെച്ചാൽ ലൈവായതുകൊണ്ട് ഞാൻ ചില പദങ്ങൾ ചിലയിടത്ത് നിന്ന് മാനസാന്തരപ്പെട്ടു വന്നതാണ്.
He was a person who was completely been surrendered from some kind of problems. ചില സംഘടനകളിൽ നിന്ന് പെന്തക്കോസ്തിന്റെ ചില സംഘടനകളിൽ നിന്ന് ഒന്നുകൂടെ മാനസാന്തരപ്പെട്ടു വന്ന From some kind of Pentecostal people, he has been delivered from there. പെന്തക്കോസ്തിന്റെ കർത്താവിന് ഒരു ബന്ധവും ഇല്ലാതെ ഇങ്ങനെ കേശുവായിട്ടൊരു ബന്ധവും ഇല്ലാതെ ഇങ്ങനെയൊക്കെ ഉഴപ്പിയൊക്കെ ഇങ്ങനെ അങ്ങ് പോകുമായിരുന്നു. Even though he was Pentecost, he had no relationship with God. അപ്പൊ ഞാൻ ശുശ്രൂഷിക്കാൻ പോയത് ഒരു ഇന്ത്യൻ ചർച്ചിലാണ് പോയത്. അവൻ യേശുവായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. പക്ഷേ ആ യോഗത്തിൽ വന്ന് ഇരുന്ന പാസ്റ്റർ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ മദ്യപിച്ചോ, നീ ഉഴപ്പിക്കൂ, ഞായറാഴ്ച ഇഞ്ഞു വാ, നീ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചുകൊണ്ട് ഇരുത്തി. കുറെ യോഗങ്ങൾ കഴിഞ്ഞപ്പോൾ യേശു അവനെ തൊട്ടു. The pastor of the church asked him to attend the services even though he is a drunkard, and as he attended the church services one after the other, one fine day God touched him. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ മേഖലയിലും തോൽവി സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ടിരുന്നവൻ ഇപ്പോൾ ഒരു കോളേജിൽ അധ്യാപകനായി നിൽക്കുകയാണ്. In school days he was not at all serious in his studies, but now he is a teacher. അപ്പൊ ഇദ്ദേഹം ഈ ജോലി ചെയ്യുമ്പോൾ തന്നെ ഇദ്ദേഹം എന്തോ ഈ കാറിന്റെ ഒക്കെ എന്തോ ചെക്ക് ചെയ്യുന്ന എന്തോ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടും ഇദ്ദേഹത്തിന് ഒരു ബന്ധമുണ്ട്. He had a relationship with the company, car company. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആൾ മേടിച്ച ഒരു വലിയ വില കൂടിയ ഒരു കാറാണ്. അപ്പോൾ ഇവനെ അതിനുവേണ്ടി ചെക്ക് ചെയ്യുവാൻ വേണ്ടി വിളിച്ചു. ഇവൻ ചെന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, എന്തോ അവർക്കൊരു കംപ്ലൈന്റ് പോലെ തോന്നി. പക്ഷെ ഇവൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഒരു കംപ്ലൈന്റും ഇല്ല, ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ പോരാൻ തുടങ്ങി. This car belonged to a person, and he asked him to check the car all over, and he said there is no complaint, and he was driving. അപ്പോൾ ആ മുതലാളി പറഞ്ഞു, അത് പറ്റത്തില്ല, നീ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, ഒരു കാര്യം ചെയ്യ്, എനിക്ക് അങ്ങനെ അറിയണ്ട, ഒരു കാര്യം ചെയ്യ്, വേറെ വണ്ടികളോട് ഇഷ്ടം പോലെ കിടപ്പുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടുണ്ട്, നീ ഒരു 2 ആഴ്ച ശരിക്കും ഓടിച്ചൊന്ന് നോക്കിയേച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ നോക്കിയിട്ട് മാത്രം എനിക്ക് വണ്ടി മതി. ഇവൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല സാറേ, ഉപയോഗിച്ചു, ഒരു കുഴപ്പമില്ല, പറ്റത്തില്ല, 2 ആഴ്ച നീ കൊണ്ടുപോയി ഉപയോഗിച്ചോ, നീ ഇന്ധനൊന്നും അടിക്കേണ്ട, ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്, വണ്ടി കൊടുത്തു വിട്ടു. അവൻ 2 ആഴ്ച ഇപ്പൊ അവന്റെ വണ്ടിയാന്ന് പറഞ്ഞ് ഓടിച്ചോണ്ട് നടക്കുക. Owner said, for an assurance you you drive through with this car after giving him full petrol, and asked him to use it for 2 weeks, and after that if you find any complaint bring it back to me. അവന് പോകേണ്ടതല്ല ഇപ്പൊ അവൻ BMW അല്ല പോകുന്നത്, വില കൂടിയ BMW ഏറ്റവും ടോപ്പ് വണ്ടിയല്ല പോകുന്നത്. കാരണം എന്താണ്, ഇത് വീട്ടിലിടാൻ തന്നു വിട്ടല്ല, ഈ ഡീസൽ മുഴുവൻ തീർക്കണം, ഇത് മുഴുവൻ ഓടിച്ച് കുറെ കിലോമീറ്റർ ഓടിച്ചിട്ട് വേണം ഇത് കൊണ്ട് കൊടുക്കാൻ. അപ്പോൾ അവന്റെ സ്വന്തം ആവശ്യത്തിന് പോകുന്നിടത്തെല്ലാം അവൻ BMW കയറി ചെല്ലുമ്പോൾ ആൾക്കാരെല്ലാം അവനെ അന്തം വിട്ടു നോക്കുക. ഇവൻ ആരാണ്ട് അവനോട് ചോദിച്ചു, സത്യം പറ, നിനക്ക് ശരിക്കും എന്നാ ജോലി എന്ന്. Now he is going in this BMW car wherever he goes, and people around him asking, looking him with so much wonder whether this car is his, or what kind of job you are doing right now. They began to ask questions. അവൻ കോളേജിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ BMW പോകുന്നു. അവൻ കല്യാണത്തിന് പോയാൽ, മറ്റേതെങ്കിലും ഫംഗ്ഷനുകളിൽ പോയാൽ ആ വാഹനത്തെ പോകുന്നു. അവന്റെ വീടിന്റെ മുറ്റത്ത് അവനെ കയറ്റിയിട്ടേക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ താഴത്തെ കടയിൽ പോലും പോയാൽ അവൻ BMW ഇപ്പം പോകുന്ന 1 രൂപ പോലും അവന് ചെലവില്ല. അവനവത്തൽ ഇങ്ങനെ ആനന്ദിച്ച് നടക്കുക. Now he is using this car to travel wherever he wants to go, whether in college or in shops or everywhere. He is traveling in this car right now. ഞാനൊരു ദൂത് പറയാൻ പ്രിയപ്പെട്ടവരെ, നീ കുറച്ച് നാളാണെങ്കിലും നീ ഒരു സന്തോഷം അനുഭവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചാൽ ഒരു ചെലവുമില്ലാതെ, നിനക്കൊരു ചെലവുമില്ലാതെ നിന്റെ കരങ്ങളിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു യേശുവുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമടി. If God decides you to have an enjoyment in your life, He will somehow make a way for you for a short period of time. യേശു ചിലരെ മാനിക്കും, അങ്ങനെ യേശു ചിലരെ അങ്ങനെ ഉയർത്തും. God will honor you in that kind. യേശു ചിലരെ അനുഗ്രഹിക്കും, അങ്ങനെ God will bless some people like that. നമ്മൾ അങ്ങനെയൊക്കെ അനുഗ്രഹിക്കപ്പെടണമെന്ന്, നമ്മൾ സന്തോഷം അനുഭവിക്കണം ഒക്കെ യേശു ആഗ്രഹിക്കുന്നു. God desires us to have enjoyment and be happy in every circumstances. ആമേൻ. യേശുവിന്റെ സന്നിധിയിൽ എപ്പോഴും നാം വിശ്വസ്തയോടുകൂടെ, താഴ്മയോടുകൂടെ, വിനയത്തോടുകൂടെ ആകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
One thing that God desires is to be faithful and humble before the Lord. ഈ മനുഷ്യന്റെ സ്ഥിതി ദൈവം മാറ്റി. ഇനി പൗലോസേ, നിനക്ക് ഞാൻ പൗലോസ് എന്ന പുതിയ പേരിട്ടൊരു ജനനം തരികയാണ്. ഇവിടെ നിന്ന് നീ അങ്ങോട്ട് വളരാൻ പോവുകയാണ്. God turned his situations. Now Saul has become Paul, and from there he is going to grow. ഇവിടെ നിന്ന് അങ്ങോട്ട് വളരാൻ പോകുന്നു. ഇനി ഇന്നലെ വരെ ഓടി വന്ന റൂട്ടല്ല, വേറെ റൂട്ടിലാണ് നീ സഞ്ചരിക്കാൻ പോകുന്നത്. From today you are going to travel in a different route, different way, and God is going to nurture you. ഇന്നലെ വരെ ഓടി വന്ന റൂട്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതൊരു അപകടത്തിലേക്കാണ്. ഇല്ലെങ്കിൽ ഞാൻ പറയാം, ഈ ക്രൂര സ്വഭാവം കൊണ്ട് പൗലോസേ, ശൗലേ, നീ നടന്നാൽ എന്നെങ്കിലും ആരെങ്കിലും നിനക്ക് ഇരുട്ടടി തരും, ആരെങ്കിലും നിന്നെ അടിച്ചു തീർക്കും എന്നെങ്കിലും. One fine day someone will slap you down with the nature that he already has, but now God is trying to transform him. ഈ ക്രൂര സ്വഭാവം കൊണ്ടൊന്നും എക്കാലത്തും ശൗലിനെ മുമ്പോട്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ശത്രുക്കളുടെ എണ്ണം കൂടുമെടാ. ആരെങ്കിലും എവിടെ വെച്ചെങ്കിലും നിനക്ക് ഇരുട്ടടി തരും, നീ ഏതെങ്കിലും വഴി കിടന്ന് അവസാനിക്കും, തീരും. പക്ഷേ ഇവിടെ നിന്ന് നിന്റെ റൂട്ടിനെ ഞാൻ തിരിക്കാൻ പോവാ. One day Saul might have dead or ended up his life with a great number of enemies around him, but from now onwards God is going to change your route. നിന്റെ ജീവിതത്തെ ഞാൻ തിരിക്കാൻ പോകുകയാണ്. God is going to turn your life. നിന്റെ ലൈഫിനെ ഞാൻ തിരിക്കാൻ പോകുകയാണ്. God is going to transform you. നീ സന്തോഷത്തിൽ സഞ്ചരിക്കാൻ പോകുകയാണ്. You are going to travel happily. നീ ആനന്ദത്തോടു കൂടി ഇനി സഞ്ചരിക്കുവാൻ പോകുകയാണ്. You are going to move forward joyfully. എന്ന് വെച്ചാൽ പുതിയ ചില കാര്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ട്. നീ അവിടേക്ക് തിരിഞ്ഞു കയറുവാൻ പോകുകയാണ്. God has found something new for your life, and you are going to travel in that route right now. യേശു വളർത്തിയാൽ അവന്റെ കഴിവിനെ അനുസരിച്ച യേശു വളർത്തുന്നത്. God will nurture a person according to his ability. നിങ്ങൾ മനസ്സിലാക്കിക്കണം, യേശു തന്റെ കഴിവിനനുസരിച്ച വളർത്തുന്നത്. God is nurturing a person according to his ability. യേശുവിന്റെ കഴിവനുസരിച്ച് ഇന്ന് നിന്റെ ആവശ്യം നിറവേറ്റുക എന്ന് പറഞ്ഞാൽ വെറും നിസ്സാരമാണ്. According to the ability of God to satisfy your need is something so easily done. നിന്റെ അപ്പന് നിന്നെ ആ ലക്ഷ്യത്തിൽ എത്തിക്കാൻ പറ്റില്ല, പക്ഷേ യേശുവിന് നിന്നെ എത്തിക്കാൻ പറ്റും. Your parents may not be able to allow you to reach that destination, but God will help you to reach there. നിനക്ക് എത്താൻ പറ്റാത്ത സാധ്യതയില്ലാത്ത സ്ഥലത്ത് യേശുവിനെ നിന്നെ എത്തിക്കാൻ പറ്റും. You will reach to somewhere where you might never have imagined. യേശുവിനെ വിശ്വസ്തയോടെ അനുഗമിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഒരു ദൂത് പറയാം. നിങ്ങൾ വിശ്വസിച്ചോണം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് എപ്പം വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. If you are serving the Lord faithfully, one very day there will be a time when God will give you a twist in your life. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നടക്കാവുള്ളൂ കേട്ടോ. നിങ്ങൾ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ, നിങ്ങൾ കുഞ്ഞുങ്ങൾ പഠിച്ചു വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എപ്പോൾ വേണമെങ്കിലും യേശുവൻ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിച്ച് തന്നെ നിങ്ങൾ ജീവിക്കാവൂ. You must have that consciousness that one day or the other I will receive a twist from the Lord. ഈ ശൗൽ ജീവിതത്തിൽ ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു തിരിവ് നടക്കുന്നു. Saul might have never thought his life will be changing drastically like this. ശൗലിനെ പിടിച്ച് കയറ്റി ഇരുത്തിയതിനു ശേഷമാണ് അനനിയാസ് ഉപദേശി അയച്ചത്. After Saul has been visited by the Lord, then Ananias was been told to do some things said by the Lord. യേശു തൊട്ട് കയറ്റി ഇരുത്തുന്നതിന് മുമ്പാണ് അനനിയാസിനെ അയച്ചിരുന്നെങ്കിൽ അവനെ കെട്ടിയിട്ടടിച്ചനെ. If it was not, if Saul was not touched by the Lord and Ananias has been sent to him, Saul might have beaten Ananias also. ഒരുത്തനെ എങ്ങനെ തൊടണം, എങ്ങനെ നിയന്ത്രിക്കണം യേശുവിന് നന്നായിട്ട് അറിയാം. God knows how to change or transform a person. അതുകൊണ്ട് ഈ ശൗലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു മീറ്റിംഗ് കൊടുത്തപ്പോൾ അനനിയാസ് ഉപദേശി പോകാൻ പേടിച്ച്. Ananias was so scared because he knows the nature of Saul. അനനിയാസിന്റെ അടുത്ത് യേശു വന്നിട്ട് പറഞ്ഞു, എഴുന്നേക്ക്, ഒരു മീറ്റിംഗ് വരാൻ പോകുന്നു, എഴുന്നേക്ക്, ഇന്ന സ്ഥലത്ത് ആ മീറ്റിംഗ് പിടിച്ചു. അനനിയാസ് പറഞ്ഞു, എവിടെയാണെങ്കിലും പിടിച്ചു, മീറ്റിംഗ് ഇല്ലായിരിക്കുമായിരുന്നു. Ananias said, I will go for the meeting because I am sitting here without any meeting. എവിടെയാന്ന് ചോദിച്ചപ്പോൾ ഒരു യൂദയുടെ ഭവനത്തിലാന്ന് പറഞ്ഞു. നേർവീതി എന്ന തെരുവിൽ യൂദയുടെ ഭവനത്തിലാന്ന് പറഞ്ഞു. When he inquired that, he said it's a house of Judah. അനനിയാസ് ബാഗ് എടുക്കുമ്പോഴും പെട്ടി എടുക്കുമ്പോഴും കുളിക്കുമ്പോഴും ഒരുങ്ങുമ്പോഴും അനനിയാസിന്റെ ചിന്ത ആ യൂദയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ യൂദയുടെ ഭാര്യയ്ക്കോ പിള്ളേർക്ക് ആർക്കും വേണ്ടിയോ പ്രാർത്ഥിക്കാനാണ് പുള്ളിയുടെ വിചാരം. When Ananias was getting ready for the meeting, he thought he will be praying for either Judah or his wife. എന്തോ പിള്ളേർ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ
അച്ഛനും അമ്മമ്മയും ഭയങ്കര അടിയാൻ തോന്നും, അല്ലെങ്കിൽ അവർക്ക് എന്തോ തടസ്സമായി വന്ന്, അല്ലെങ്കിൽ ആരെങ്കിലും രോഗിയായിട്ട് കിടക്കുമായിരിക്കും, പ്രാർത്ഥിക്കാനായിരിക്കും പോകുന്നത് എന്ന ഉറച്ച ബോധ്യത്തിലാണ് സന്തോഷത്തോടെ കുളിച്ചതും ഒരുങ്ങിയതും ഭാഗ്യം കയ്യിലെടുത്തത്. He was getting ready with the hope that thinking that he might be going there to pray for a sick person or any problem that they are facing right now in Judah's home. ഇറങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടെ ചോദിച്ചപ്പോഴാ കാര്യം മനസ്സിലായി. യേശുവേ, എന്നാൽ ഒന്ന് പറയാമോ, ആർക്ക് വേണ്ടി, യൂദയ്ക്ക് വേണ്ടിയാണോ, അച്ചായന് വേണ്ടിയാണോ? ദൈവം പറഞ്ഞല്ല. എന്നാൽ അമ്മാമ്മയായിരിക്കും പനി പിടിച്ചു കിടക്കുന്ന, അല്ല. എന്നാൽ പിള്ളേരാരെങ്കിലും ആയിരിക്കും, അല്ലല്ല. പിന്നെ ആരാ? വേറെ അവരുടെ ബന്ധുക്കാർ വല്ലതും വീട്ടിൽ വന്നിട്ടുണ്ട്, അല്ല. ആർക്ക് വേണ്ടിയാ? വേറെ ആർക്ക് വേണ്ടിയല്ല, ശൗലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. When again he prayed and asked, Lord, to whom I have to pray? God said that you have to pray for Saul, and he was revealed that right there. അനന്യാസ് ഞെട്ടിപ്പോയി. He was shocked. ശൗല് ആരെങ്കിലും കിട്ടിയാ പിടിച്ചു കെട്ടി തല്ലിക്കൊല്ലു എന്ന് പറഞ്ഞ് നടക്കുന്നവന്റെ അരികിലോട്ട് കയറി ചെല്ലാന്ന് പറഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമല്ല. എന്ന് വെച്ചാൽ ഒരു സിംഹഗുഹയിലേക്കൊക്കെ ചെല്ലാൻ പറഞ്ഞ പോലെ ആയിപ്പോയി. അവന്റെ വായിലോട്ട് ചെല്ലാൻ ആരെങ്കിലും കിട്ടിയാൽ പിടിച്ചു കെട്ടിയിട്ട് തല്ലിക്കൊല്ലും, ഉപദ്രവിക്കുമെന്ന് പറഞ്ഞവന്റെ കണ്ണിപ്പെടാതെ ഒളിച്ചൊളിച്ച് നടക്കുമ്പം ഇപ്പം ഇവനോടൊന്ന് പറയുകയാണ് ആ ശൗലിന്റെ അടുത്തോട്ട് ചെല്ലാൻ. ഈ മനുഷ്യൻ ഞെട്ടിപ്പോയി. To go and pray for a person who is so cruel and who is always standing to kill other people, and when he heard that he has to pray for Saul, he was totally shocked. ഈ അനന്യാസ് ഉപദേശി ഞെട്ടിത്തിരിഞ്ഞ് അന്തം വിട്ട് കണ്ണുരുട്ടി നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ആമേൻ, യേശു കർത്താവ് അനന്യാസ് ഉപദേശിയോട് പറഞ്ഞു, ഭാരപ്പെടേണ്ട, ഇന്നലകളിൽ അവൻ പുലിയായിരുന്നു, ഇന്നവൻ എലിയാണ്. But as he was shocked, and Jesus said to him that, do not be scared, now I have changed him. ഞാൻ അവനെ പിടിച്ചടാ, ഞാൻ അവനെ അടിച്ചൊതുക്കി കയറ്റിയിരുത്തിയേക്കുകയാണ്, ഇനി ഒരക്ഷരം അവൻ മിണ്ടത്തില്ല, നീ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ റെഡിയായി അവൻ ഇരിക്കുകയാണ്. ഇന്ന് പകൽ ഒരു ദൂതും കൂടെ ഞാൻ എടുത്തു പറയാൻ വിശ്വസിച്ചു. നിന്റെ നേരെ കടിച്ചു കീറാൻ നിൽക്കുന്ന ചിലതിന് അവൻ ഒതുക്കാൻ കഴിയുന്ന ഒരു യേശു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കാര്യം അടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം പറ. Every circumstances that is trying to kill you, to destroy you, today God is going to, hallelujah, touch that people. ഇനി നിങ്ങൾ നോക്കിക്കോണം, എന്നാ സ്നേഹമായിരിക്കും എന്നറിയോ നിങ്ങളോട്. Now they will be so much love towards you. യേശു ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നാ താഴ്മയായിരിക്കും എന്നറിയാം. When God touches a person, that person will be humble. യേശു തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തൊരു സ്നേഹമായിരിക്കും, എന്തൊരു താഴ്മയായിരിക്കും, എന്തൊരു റെസ്പെക്റ്റ് ആയിരിക്കും എന്നറിയാം. There will be respect, humbleness and love for a person who is touched by God. ഇന്നലകളിലാണെങ്കിൽ അനന്യാസ് ഉപദേശിയെ കണ്ട പിന്നെ അവന്റെ വായി ചീത്തയും തെറിയും ഒക്കെ അവന്റെ വായിൽ വരത്തുള്ളൂ. ഇന്നിപ്പോ എടാ നിന്റെ മുമ്പിൽ ഉപദേശി വരാൻ നീ കാത്തിരിക്കുക, ഒരു ഉപദേശി വരാൻ. When before he was transformed, he stood against the pastors, against the people of God, but now he is waiting for a person or a pastor to come to his house. ഉപദേശിയെ ചീത്ത പറഞ്ഞു ഓടിച്ചവൻ ഉപദേശി വരാൻ കാത്തിരിക്കുക. Now he is waiting for a pastor to pray. Before he was a person who stood against the pastors. പ്രാർത്ഥിക്കുന്നവനെ ചീത്ത പറഞ്ഞവൻ പ്രാർത്ഥന സ്വീകരിക്കാൻ കാത്തുനിൽക്കുക. Now he is waiting for the Lord, for the person whom he before said many bad words. രോഗശാന്തി തട്ടിപ്പാന്ന് പറഞ്ഞവൻ രോഗസൗഖ്യത്തിന് വേണ്ടി ഉപവാസമിരിക്കുക. Now he is taking fasting to deliver himself from the sickness that he is facing right now. അഭിഷേകം തട്ടിപ്പാന്ന് പറഞ്ഞവൻ എന്റെ മേലൊന്ന് പകരണമേ എന്ന് പറഞ്ഞ് ഉപവസിച്ചു പ്രാർത്ഥിച്ചിരിക്കുക. Now he is praying for an anointing, and there was a time he stood against the anointed persons. അറിയാമേലാത്ത കാര്യത്തെ നോക്കി തർക്കിക്കരുത് കേട്ടോ. Do not argue for something that you doesn't know. അഭിഷേകത്തെ കുറിച്ച് അറിയാമല്ലെങ്കിൽ നീ അതിനെ കുറിച്ച് തർക്കിക്കരുത്. If you doesn't know about anointing, do not argue. രോഗശാന്തി നിനക്ക് വിശ്വാസമില്ലെങ്കിലും നീ അതിനെ കുറിച്ച് തർക്കിക്കരുത്. If you do not believe in the healing power of Jesus, do not argue against that. കാരണം പിന്നെ തിരുത്തി പറയേണ്ടി വരും. There will be a time you have to say according to the will of God. നിനക്കത് മനസ്സിലായിട്ടില്ലെന്നേ ഉള്ളൂ. Now you might have not understood. ഇന്ന് ഇവൻ നേരത്തെ വിരോധമായിരുന്നു. You stood against that before. ഇപ്പൊ അവൻ അതിന് അനുകൂലമായി നിൽക്കുക. Now he is agreeing with that. അപ്പം പൗലോസായി ശൗലേ, ഈ ആയുസ് മുഴുവൻ എത്രയും നാൾ നീ ചെയ്ത മുഴുവൻ വെറുതെ ആയിപ്പോയില്ലേ? The things that you have done thus far is now in vain. ഇത്രയും നാളും കുറ്റം പറഞ്ഞത് വെറുതെ ആയില്ലേ? നിനക്ക് തിരുത്താൻ പറ്റൂ, എല്ലാം വെറുതെ ആയിപ്പോയില്ലേ? Everything is in vain now.
ഉപദേശിയെ കാത്തുനിൽക്കുക. ആരെങ്കിലും അനന്യാസ് എന്ന് പറയുന്ന ഒരു ഉപദേശി വരും, കാത്തിരിക്കുകയാണ്. He is waiting for a pastor, Ananias. 3 ദിവസം പ്രാർത്ഥിച്ചു. 3 ദിവസം Prayed for 3 days. 3 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. Took fasting and prayed. വെള്ളം കുടിച്ചില്ല, ആഹാരം കഴിച്ചില്ല, ഉപവസിച്ചു പ്രാർത്ഥിച്ചു. He did not drink, he did not had food. ഈ പ്രാർത്ഥനയ്ക്കകത്ത് താൻ ഒരു സൗഖ്യം ആഗ്രഹിച്ചിരിക്കുകയാണ്. He desires a healing. മറ്റുള്ളവരെ പിടിച്ചു കെട്ടി ഉപദ്രവിച്ചവൻ അനന്യാസിന്റെ കരം വെപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. Before he tried to destroy the people, kill the people, to done many things against the people of the Lord, but he is now waiting for a pastor to receive an anointing. ചിലര് നിന്നോട് പറയും എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറയും. Some people are going to tell you that I need to pray. നിന്റെ പ്രാർത്ഥനയെ കുറ്റം പറഞ്ഞ ചിലര് പറയും എനിക്കും ഒന്ന് പ്രാർത്ഥിക്കണം. The people who stood against your prayer is going to desire or agree with the prayer that you prayed. ആ മനുഷ്യന്റെ മനസ്സ് മാറാൻ അധിക സമയമൊന്നും വേണ്ട കേട്ടോ. It is not, it will not take much time for a person to be changed. യേശു ഒന്ന് തീരുമാനിച്ചാൽ മതി, ചിലരുടെ മനസ്സ് മാറും. God desires about a person and that person is rightly renewed. മനസ്സ് മാറുന്നതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഇന്ന് പകൽ ആരോടോ ദൈവാത്മ പറയുന്നു, നിന്റെ വീടിന്റെ അകത്തുള്ള ചിലതിന് ഒരു മാനസാന്തരം വരാൻ പോകുകയാണ്. അഭിഷേകമില്ലാത്ത ചിലതിന്റെ മേൽ അഭിഷേകം വീഴും. കൃപ പ്രാപിക്കാത്ത ചിലര് കൃപ പ്രാപിക്കും. God is going to renew your heart. The people who are standing against you and your God's grace is going to deliver them for all the evil attacks. ശൗലിനെ പൗലോസ് ആക്കിയതുപോലെ ഒരു ദിവസം എന്റെ വീടിന്റെ അകത്ത് അത് നടക്കുമെന്ന് നീ പ്രതീക്ഷിച്ചു പ്രാർത്ഥിച്ചിരുന്നോണം. Expect and believe that as Saul was changed to Paul, God will transform the people in my home. ഒന്നുകൂടെ എടുത്ത് പറയാം. ഈ ശൗല് അങ്ങനെ ഇരുന്നു. ഇപ്പം നേരത്തെ വെച്ച് നോക്കിയ ശൗലിനേക്കാളും കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അനന്യാസാണ്. ശൗലിനൊന്നും അറിയത്തില്ല. പക്ഷേ ശൗൽ അങ്ങോട്ട് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അനന്യാസിനെ സൈഡ് കൊടുത്ത് കയറി. Ananias was so much expert in the godly activities, but once Saul was completely been transformed, he was running ahead of Ananias. അനന്യാസിനേക്കാൾ വലിയ പ്രാർത്ഥനക്കാരനായി. Now he is a prayer warrior more than Ananias. ഇപ്പൊ യോഗത്തിന് പോകാന്ന് പറഞ്ഞ അനന്യാസ് മെല്ലെ ഒരുങ്ങുമ്പം പൗലോസ് കുളിച്ചൊരുങ്ങി റെഡിയാ നിൽക്കും. പോകാം, നമുക്ക് പോയേക്കാം. അവൻ അതിന് മുമ്പ് റെഡിയാകാൻ തുടങ്ങി. Now he is so much quick and ready for the services of the Lord. ഇന്ന് ചിലരെ ഓർത്ത് കരയുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിന്നെക്കാളും പ്രാർത്ഥിക്കുന്ന ഒരു വീരനാക്കി, ആമേൻ, ഒരു ദൈവ പൈതലാക്കി നിന്റെ കുടുംബത്തിന്റെ അകത്തുനിന്ന് നിന്റെ ആ പ്രിയപ്പെട്ടവനെ ദൈവം എഴുന്നേൽപ്പിക്കും. ഞാൻ ഒന്നുകൂടെ പറയാ, ചിലരെ പിശാച് കണ്ടമാനം ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചു, യേശുവിന്റെ നാമത്തിന് വേണ്ടി അവൻ പ്രയോജനപ്പെടുന്നത് കണ്ട് നീ സന്തോഷിക്കുന്ന ഒരു സമയം വരാൻ പോകുകയാണ്. കാര്യം അടിച്ചോ യേശുവിനെ ആരാധന. There is a time in your life when you are going to rejoice over the people who are now standing against you. God is going to transform them. God is going to make them a prayer warrior, and they will be so much urged in the presence of the Lord and in the works of the Lord. നിങ്ങൾ ഇന്ന് യോഗത്തിന് വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങളോട് പറയും, ആമേൻ, അച്ചായൻ ആമേൻ യോഗത്തിന് വരുന്നില്ല, ഞാൻ വിളിച്ചോട്ട് യോഗത്തിന് വരുന്നില്ല, അവൾ യോഗത്തിന് വരുന്നില്ല, അവൻ പ്രാർത്ഥിക്കുന്നില്ല, അവരെന്റെ സമയം കളയുകയാണ് എന്ന് നിങ്ങൾ ഇപ്പോൾ പറയും. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വിടുതൽ നടന്നു കഴിയുമ്പോൾ അച്ചായൻ വന്ന് പറയും, അവൾ അങ്ങ് ഉഴപ്പ് കേട്ടോ, അവളിപ്പം പണ്ടത്തെ പോലെ അല്ല, നമ്മളിപ്പോ അങ്ങ് വലിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ ഒരുങ്ങി നിൽക്കുക. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? ആമേൻ. ഞാൻ പ്രവചിക്കുന്നേ, ഞാൻ വചനദൂതായിട്ടില്ല, പ്രവചിക്കുന്നു. നിങ്ങൾ ആർക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, അവർ വിടുവിക്കപ്പെട്ടിട്ട് നിനക്ക് മുന്നമേ പുറപ്പെടാൻ പോവുകയാണ്. For whom you are right now praying, they are going to be delivered and they will go ahead of you. നീ അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവൻ 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ തുടങ്ങും. You might be praying half an hour and they will be praying for 1 hour. നീ ആരാധിച്ചു മടുത്താലും അവൻ അഭിഷേകത്തോടെ നിൽക്കും. They will stand anointing, carrying the greatest anointing more than you. നീ അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞാലും അവൻ വിശ്വാസത്തിന്റെ വാക്ക് പറയാൻ When you പോവുകയാണ്. say words of unfaithfulness, they are going to say words of faith. നിനക്കൊരു കൈത്താങ്ങാകത്തക്ക നിലയിൽ സാത്താന്യ ശക്തികൾ പിടിച്ചു വെച്ചേക്കുന്ന ചിലതിനെ യേശു ഒരു ആയുധമാക്കുമെന്ന് വിശ്വസിക്കുന്നവർ, God is going to use them mightily in his hands
they will be a blessing in your life. ഉഡാബാന ശഗനാരഗേതേ വൈഡവലഗദന ശംദഗരഗദന വൈഡവലഗദന. ആർക്കൊക്കെ ഇന്ന് പകൽ ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട് അവര് മാത്രം കരമടിച്ചു സ്തോത്രം ചെയ്തേ. ആ വ്യക്തി ഓർക്കുമ്പോൾ പ്രതീക്ഷയുണ്ടോ? ആ തലമുറ ഓർക്കുമ്പോൾ നിനക്കൊരു പ്രതീക്ഷ തോന്നുന്നുണ്ടോ? നിന്റെ ഭർത്താവിനെ നോക്കുമ്പോൾ നിനക്കൊരു പ്രതീക്ഷ തോന്നുന്നുണ്ടോ? നിന്റെ ആ സഹോദരനെ സഹോദരിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിനക്കൊരു പ്രതീക്ഷ തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് നിന്നോടുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്, ഇത് നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. നീ സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ട സമയമായി. ഇന്ന് പകൽ വിശ്വസിച്ചോ, ആ വ്യക്തിയുടെ മേൽ ഒരു അഭിഷേകത്തിന്റെ പുതുപ്പ് ഇന്ന് പകൽ വീഴുമെന്ന് വിശ്വസിക്കുന്നവർ കരം നന്നായി അടിച്ച് ശബ്ദത്തോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. If you believe that a mantle of anointing is coming upon the person whom you are praying, God will use them mightily in the hands of the Lord. Then put your hands together and praise the Lord. കണ്ണടച്ച് എല്ലാവരും ഒന്ന് കണ്ണടച്ച്. Close your eyes. എല്ലാവരും ഒന്ന് കണ്ണടച്ച്. Please close your eyes. നിങ്ങളുടെ വീട്ടിലെ ആ പിന്മാറ്റ അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തി ഒന്ന് കണ്ടേ. See that particular person who is not backslider in your house. കണ്ണിന്റെ ഇടപെടി എന്നെ നോക്കരുത്, കണ്ണടച്ചേ. Close your eyes completely. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പിന്മാറ്റ അവസ്ഥയിൽ നിൽക്കുന്ന ആ മനുഷ്യനെ കണ്ടേ. You please see that particular person who is not so much of coming in the presence of the Lord. പ്രൊഫറ്റിക്കൽ ആക്ഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ വിശ്വസിച്ചോ? ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന, നിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ വരാത്ത, നിന്റെ ആത്മീയതയ്ക്ക് നേരെ നിൽക്കുന്ന ആ വ്യക്തിയെ കണ്ടേ. ആ വ്യക്തിയെ കണ്ടേ. This is a prophetical action. Imagine that particular person in your mind and pray for that person right now. ആ വ്യക്തിയെ കണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, ആ വ്യക്തിക്ക് ഒരു മാനസാന്തരം വരാൻ പോവാ. I prophesy you that God is going to transform that person. ആ വ്യക്തിയുടെ മൈൻഡിനെ ദൈവം തിരിക്കും. God is going to renew his mind. പിശാച് പിടിച്ചേക്കുന്ന മനസ്സിനെ ദൈവം തിരിക്കും. The satanic attacks are going to be loosened. ആ വ്യക്തിക്ക് ഒരു മാനസാന്തരം വരാൻ പോകുന്നു. God is going to transform him. ആ വ്യക്തി നിന്നോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. That person is going to pray with you together. ഇനി ആ വ്യക്തിയുടെ വായിൽ നിന്ന് നീ അതിശയിച്ചു പോകത്തക്ക നിലയിൽ ആത്മീക ചൊവ്വയുള്ള വാക്കുകൾ നീ കേൾക്കാൻ പോകുകയാണ്. You will be receiving greater revelations from their mouth. ആത്മീക ചൊവ്വയുള്ള വാക്കുകൾ കേൾക്കും. The things that gives you anointing. അസൂയ ഇല്ലാത്തവരോട് ഞാൻ ഒറ്റ ദൂത് പറയാം, നിന്നെക്കാട്ടിലും ആത്മീകതയുള്ളവനായി ആത്മീകതയുള്ളവളായി മുൻപന്തിയിൽ നിൽക്കത്തക്ക നിലയിൽ ദൈവം അതിനെ കയറ്റിക്കൊണ്ടുവരും. God is going to nurture them and pick them up spiritually more than how you are right now. അതിൽ അസൂയ ഇല്ലാത്തവരെല്ലാം കാര്യം അടിച്ചു ദൈവത്തെ സ്തുതിച്ചേ. എന്റെ ഭർത്താവ് എന്നെക്കാട്ടിലും ആത്മീകതയുള്ള ആളാകട്ടെ, എന്റെ ഭാര്യ എന്നെക്കാട്ടിലും ആത്മീകതയുള്ള ആളാകട്ടെ, എന്റെ തലമുറ എന്നെക്കാട്ടിലും വിശ്വാസമുള്ള യേശുവിനെ സ്നേഹിക്കുന്ന ഒരു മകനാകട്ടെ, ഒരു മകളാകട്ടെ. Let my husband be more spiritual than me, more faithful than me, and more vigorous and urge in saving the Lord. അതേപടി സംഭവിക്കട്ടെ. ഇന്ന് പകൽ അതേപടി സംഭവിക്കട്ടെ. ചിലരുടെ ജീവിതത്തിൽ അതേപടി സംഭവിക്കട്ടെ. ഈ പറഞ്ഞ വാക്കുകൾ പോലെ തന്നെ നിങ്ങളുടെ മേൽ അതേപടി സംഭവിക്കട്ടെ. നിങ്ങളുടെ ഭർത്താവിന്റെ മേൽ അതേപടി സംഭവിക്കട്ടെ. നിങ്ങളുടെ ഭാര്യയുടെ മേൽ അതേപടി സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത് നിനക്ക് ഗുണമാകാനുള്ളത് കൊണ്ടാണ് സാത്താന്യ ശക്തി പിടിച്ചു വെച്ചേക്കുന്നത്. Let that happen in the life of your husband, in the life of your wife, and God is going to deliver them from the attacks of Satan. ഇവിടെ ആമേൻ പൗലോസിന് വന്ന മാറ്റം ചെറുതല്ല. ഇവിടെ പൗലോസിന്റെ ജനനമാണ് നടന്നത്. This is not something that normal that has happened in the life of Saul. Now a new birth, a new creation has come out. ശൗലിന്റെ മരണം നടന്നു, പൗലോസിന്റെ ജനനം നടന്നു. It was the death of Saul and a new birth for Paul. ഇനി ഒരു മതശക്തികൾക്കും പൗലോസേ നിന്റെ മേൽ ഇടമില്ല. Now no religious power can control Paul. ഇനി ഒരു വ്യാപാരങ്ങൾക്കും നിന്റെ മേൽ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. No power of Satan can control over you. ശൗൽ അവന്റേതായിരുന്നു, പൗലോസ് എന്റേതാണ്. Saul was in the hands of Satan and now Paul is mine. അങ്ങനെ ചിലതിനെ വേർതിരിക്കാൻ പോവാ. In that kind, such kind, God is going to change some people. സാത്താന്യ ശക്തിയോട് യേശു പറയും, ശൗലിന്റെ മേൽ അധികാരം വെച്ചു, ഇത് പൗലോസാണ്, ഇവൻ എനിക്കുള്ളവനാണ്. Satanic kingdom might have taken Saul, but Paul is mine. ശൗലിനെ സാത്താനെ നീ നിന്റെ കരങ്ങളിലെടുത്ത് ശക്തിയോടെ ഉപയോഗിച്ചെങ്കിൽ പൗലോസിനെ ഞാൻ എന്റെ കരങ്ങളിലെടുത്ത് ശക്തിയോടെ ഉപയോഗിക്കാൻ പോകും.
പോവുകയാണ്. Satan has been using Saul for powerfully for a longer time, but now Paul is going to be used in my hand. ഇന്നലെ വരെ സാത്താന്യ ശക്തിയുടെ കരങ്ങളിൽ ഉപയോഗപ്രദമായിക്കൊണ്ടിരുന്ന ചില ശൗലുമാരെ ഇന്നു മുതൽ പൗലോസാക്കി മാറ്റി യേശുവിന്റെ ആയുധമായി യേശു ഉപയോഗിക്കും. Those souls that has been completely been used by Satan in later days, God is going to transform them and you going to be used by the hand of the Lord. ആ പൗലോസിന് വേണ്ടിയതെല്ലാം യേശു ഒരുക്കി കൊടുത്തു. Everything that Paul needed, God arranged for him. ഇനി എനിക്ക് വ്യക്തതയുടെ പ്ലാൻ ഉണ്ട് പൗലോസേ. Now God has a clear plan for Paul. ഇനി വ്യക്തതയുടെ ഒരു പ്ലാൻ എനിക്കുണ്ട്. There is a plan and purpose for Paul. അതിനകത്തൂടെ തന്നെ ഞാൻ നിന്നെ നടത്തുവാൻ പോവുകയാണ്. And in and through that purpose, God is going to lead you. ആ റൂട്ടിലൂടെ നടന്ന സമയത്ത് ഈ മനുഷ്യന്റെ മാറ്റങ്ങൾ വലിയതായിരുന്നു. That was his changes were so drastic when he walked with the Lord. ഇവിടെ കാണാൻ കഴിയുന്ന ഒരു മാറ്റം കണ്ടോ? ഈ മനുഷ്യന് നല്ലൊരു പദവി ലഭിച്ചപ്പോഴും ഈ മനുഷ്യൻ പറയുന്ന വാക്ക്. Now we can see that the words that he is speaking out when he already received a greater position. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. I am the least among the apostles. I am not worthy to be called as an apostle. ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. What I am today is by the grace of God. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. 10-ാം വാക്യം, വ്യർത്ഥമായതുമില്ല. His grace has not gone in vain. ആമേൻ, ആമേൻ. കണ്ടോ? ആമേൻ. 10-ാം വാക്യം, ഞാനാകുന്നത്, ആമേൻ, സ്തോത്രം, ദൈവ കൃപയാലത്രേ, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. But by the grace of God I am what I am, and his grace towards me was not in vain. On the contrary, I worked harder than any of them, though it was not I, but the grace of God that is with me. ഏറ്റവും കൂടുതൽ അധ്വാനിച്ചവൻ, ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടവൻ പറയാ, ഞാനല്ല, ദൈവകൃപയത്രേ. He was a person who worked so much harder, but now he is saying it was not me, but by the grace of God. യേശുവിന് വിരോധമായി ചലിച്ചവനാണ്, യേശുവിന് വിരോധമായി നിന്നവനാണ്. അവൻ ഇപ്പോൾ ആത്മീക ചൊവ്വയുള്ള വാക്കുകൾ പറയാൻ തുടങ്ങി. He was a person who stood against God, but now he is speaking out words that are spiritually matured. യേശുവിനെ പോലെ അവൻ ആകാൻ തുടങ്ങി. He tries to become like Jesus. യേശുവിന്റെ സ്വഭാവങ്ങൾ പോലെയായി. And his nature turned as of Jesus. യേശു ആഗ്രഹിക്കുന്നത് പോലെ അവൻ ആഗ്രഹിക്കാൻ തുടങ്ങി. He began to think and desire like Jesus. സാത്താന്യ ശക്തികൾ ഒരാളുടെ മേൽ വ്യാപരിച്ചാൽ അവരുടെ മേൽ പിന്നെ സാത്താന്യ ശക്തികളുടെ ഇഷ്ടങ്ങളാണ് നടക്കുന്നത്. When satanic desires, when a person is controlled by Satan, his life is totally going forward according to the desires of Satan. യേശുവിന്റെ ആത്മാവ് ഒരാളുടെ മേൽ വ്യാപരിച്ചാൽ പിന്നെ അവരുടെ മേൽ നടക്കുന്നത് യേശുവിന്റെ ഇഷ്ടമാണ്. When Spirit of God comes upon one person, his life will be totally controlled by the desires of God. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് യേശുവിന്റെ അഭിഷേകമാണ്. You have been carrying the anointing of God. നിന്റെ മേൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. That Holy Spirit power is upon you. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ മേൽ വ്യാപരിക്കുന്നത് യേശുവിന്റെ ആത്മാവാന്ന് പറഞ്ഞു. I have the power of God in my life. പറഞ്ഞോ? കുലുക്കിയിട്ടാണോ പറഞ്ഞേ? കയ്യെ പിടിച്ചു കുലുക്കിയിട്ടാണോ പറഞ്ഞേ? എന്റെ മേൽ വ്യാപരിക്കുന്നത് യേശുവിന്റെ ആത്മാവാന്ന് കയ്യെ പിടിച്ചു പുള്ളി എന്നാ ഞെട്ടി? ആരെങ്കിലും അടുത്തിരിക്കുന്ന ആരെങ്കിലും ഞെട്ടിപ്പോയോ നിങ്ങൾ പറഞ്ഞപ്പോ? എന്നാന്നൊരു പിടിയും കിട്ടാതെ. നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് യേശുവിന്റെ ആത്മാവാണ്. Power of God is manifested in my life. യേശുവിന്റെ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നെങ്കിൽ യേശുവിന്റെ ഇഷ്ടമാണ് നമ്മളിൽ വ്യാപരിക്കാൻ. If God's spirit is manifested in our life, the desires and the willingness of God is done in our life. ഞാൻ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് പ്രവചിക്കട്ടെ, നിങ്ങൾ വിശ്വസിക്കുക. ഞാൻ നിങ്ങളോട് പ്രവചിക്കും, നിങ്ങളുടെ ഇടയൻ എന്ന നിലയിൽ ഞാൻ പ്രവചിക്കുന്നു, അടുത്ത ആഴ്ചയിൽ യേശുവിന്റെ ചില ഇഷ്ടങ്ങൾ നിങ്ങളുടെ മേൽ നടക്കാൻ പോവുകയാണ്. As I am the pastor of this church, with that
authority, I tell you that the desires of God is എന്തോ പുതിയതൊന്ന് അടുത്ത ആഴ്ച സംഭവിക്കട്ടെ. something new is going to happen in your life. എന്തോ പുതിയതൊന്ന് നിന്റെ തലമുറയുടെ മേൽ നടക്കട്ടെ. Something new is going to be happen in the life of your children. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്ന അടുത്ത ആഴ്ചയിൽ സാത്താന്റെ ചില ഇഷ്ടങ്ങളെ യേശു പൊളിക്കാൻ പോവുകയാണ്. God is going to take away the desires of Satan from your life. നിന്റെ കുടുംബത്തിനകത്തുള്ളവരുടെ മേൽ, നിന്റെ മേൽ, നിന്റെ ജോലിയുടെ മേൽ, നിന്റെ ആരോഗ്യത്തിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ ആത്മീയതയുടെ മേൽ, നിന്റെ മുന്നേറ്റത്തിന്റെ മേൽ പിശാചിട്ട ചില ഇഷ്ടങ്ങളെ അവൻ വരുന്ന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പൊളിക്കുമെന്ന് വിശ്വസിക്കുന്നവർ നന്നായി കരമടിച്ചൊന്ന് സ്തോത്രം പറ. All the desires of Satan to destroy your family life, to destroy your children, destroy your spiritual life is going to be completely taken away from you right now. ഇവിടെ ഈ പദത്തിൽ നിന്ന്, ഈ വാക്യത്തിൽ നിന്ന് ഈ പൗലോസിന്റെ ജീവിതത്തിൽ വന്ന അനവധി വ്യത്യാസങ്ങളിൽ ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നു. എന്തോ ഭയങ്കര താഴ്മയോടെ വിനയത്തോടെ സംസാരിക്കുന്നത്. From this verse we can see that he has totally been changed and he is so much of humble and soft hearted. ശൗല് എനിക്കെല്ലാം ഉണ്ടെന്ന് പറഞ്ഞവൻ പൗലോസ് ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞു. Saul was a person who said he is content and now he has everything in his life, but now Paul is saying I am no one. പിടിച്ചു കെട്ടിയിട്ട് തല്ലിയാലും ഒരുത്തനും ചോദിക്കാൻ എന്നോട് വരില്ല എന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞവൻ ഇന്ന് പൗലോസ് ഞാൻ ഒന്നുമല്ല, ഞാൻ ഏതുമല്ല, ഞാൻ പൊടിയാണ്, ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. Saul was a person who he knew himself that nobody will come to ask if I tie people around and beat them, but now after the transformation he is saying I am no one before the Lord. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പൗലോസ് വിനയമുള്ളയാളായി. He totally became a humble person. താഴ്മയുള്ളയാളായി, താഴ്മയും വിനയം ഒക്കെ ഉള്ള നല്ല ഒരു മനുഷ്യനായി. A humble person. കൈ കൊടുത്തിട്ട് ചോദിച്ചേ താഴ്മയുണ്ടോ എന്ന് ചോദിച്ചേ. മുഖത്ത് നോക്കി ചോദിക്കുക, കണ്ണെ നോക്കി ചോദിച്ചു, കണ്ണിലോട്ട് നോക്കി ക്യാത്തു കൈ കൊടുത്തിട്ട് ചോദിച്ചാൽ താഴ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ? ക്യാത്തു ഷാരോനോട് ചോദിച്ചു, അപ്പുറത്ത് കൊടുത്തോ, മാത്തിച്ചാൻ കൈ കൊടുത്തോ, കൈ കൊടുത്തിട്ട് അങ്ങോട്ടും അനുസരിക്കുന്ന വിടത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തിട്ട് ഒന്നുകൂടെ ചോദിച്ചേ താഴ്മയുണ്ടോ എന്ന് ചോദിച്ചു. മുഖത്ത് നോക്കി ചോദിക്കണം, കണ്ണി നോക്കി ചോദിക്കണം. അപ്പം കണ്ണി നോക്കി ചോദിക്കുമ്പോൾ കണ്ണെ നോക്കുമ്പോൾ അറിയാം പുള്ളിയുടെ കള്ളത്തരം എന്നാന്ന്. മുഖത്ത് നോക്കാത്തവരെല്ലാം കള്ളത്തരമുള്ളവരാ. താഴ്മയുണ്ടോ? താഴ്മയുണ്ടെന്ന്. അങ്ങനെയല്ല, മുഖത്ത് നോക്കി പറയണം താഴ്മയുണ്ടെന്ന്. ചിലർ മുഖത്ത് നോക്കി സംസാരിക്കുകയല്ല, അന്നേരം ഓർത്താണ് കണ്ണി നോക്കുമ്പോൾ അറിയാം കള്ളത്തരം താഴ്മയുണ്ടോ ഇല്ലയോ. താഴ്മയും വിനയവും ഉള്ള നിലവാരത്തിൽ പൗലോസ് മാറി. Paul has totally been transformed into a humble person. അതുകൊണ്ട് എന്നാ സംഭവിച്ചെന്നറിയാം, അവന് വേണ്ടിയ ബ്ലെസ്സിങ് ദൈവം ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു. Because he was so much humble, God provided everything that he needed. ഒരു വഴിയെ ദൈവം അവനെ ഇങ്ങനെ മാനിച്ചു കൊണ്ടിരുന്നു. God blessed him in one way. എന്താണെങ്കിലും ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയട്ടെ, 5 വർഷത്തിന് പുറകിൽ കിടന്നതുപോലെ അല്ലല്ലോ നീ ഇപ്പം കിടക്കുന്നത്. Now you are in a position where you were not going through before 5 years. 5 വർഷത്തിന് പുറകിൽ കിടന്ന അവസ്ഥയിലല്ലോ നീ കിടക്കുന്നേ. 5 വർഷങ്ങൾ കഴിഞ്ഞ് ഈ 2024 വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നിന്റെ മേൽ സംഭവിച്ചിട്ടില്ലേ? എവിടെയെങ്കിലുമൊക്കെ ഒരു വിശാലത നിനക്ക് വന്നിട്ടില്ലേ? എവിടെയെങ്കിലുമൊക്കെ നിന്റെ മനസ്സിന് മാറ്റം വന്നിട്ടില്ലേ? യേശു നിന്നെ കൈവിട്ടൊന്നുമില്ലല്ലോ, യേശു നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞൊന്നുമില്ലല്ലോ, നിന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ലല്ലോ, നിന്നെ തകർത്തില്ലല്ലോ, ഇതുവരെ കൊണ്ടുവന്നില്ലേ, ഇനിയും നടത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കയറാൻ അടിച്ചു. When you turn back, you can understand that thus far God has brought you without any problems or struggles in your life. Your life has totally been transformed and changed. That is the faithfulness of God that is happening in your life. വിശ്വസ്തയോടെ നിൽക്കുന്നവരെ ദൈവം മാനിക്കും. Those who stand faithfully for the Lord, God അഹങ്കാരമില്ലാത്തവരെ ദൈവം മാനിക്കും. Those who have any kind of embarrassment, God will honor them. അനുസരണത്തോടെ നിൽക്കുന്നവരെ ദൈവം മാനിക്കും. If you stand with a
willing heart, God will honor you. ബഹുമാനത്തോടെ നിൽക്കുന്നവരെ ദൈവം മാനിക്കും. If you stand with much respect, God will honor you. പ്രാർത്ഥനയോടെ നിൽക്കുന്ന ചിലതിനെ ദൈവം മാനിക്കും. God will honor a prayerful person. ആമേൻ പറയുന്നെങ്കിൽ ആമേൻ പറഞ്ഞോടെ. പിറുപിറുക്കാതെ നിൽക്കുന്ന ചിലതിനെ ദൈവം മാനിക്കും. If you, God will honor if you are standing with no murmuring nature in your heart. അങ്ങനെയുള്ള ചിലതിനെ ദേശത്ത് വെച്ച് ദൈവം മാനിക്കും. God will honor you in the place where you live. അങ്ങനെയുള്ള ചിലതിനെ പട്ടണത്തിൽ വെച്ച് ദൈവം മാനിക്കും. In the city, God will bless you. അസൂയ ഉള്ളവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കും. Those people who are standing against you before them, God will honor you. നീ പ്രാർത്ഥിച്ചത് വെറുതെയാകത്തില്ല, ഉപവസിച്ചത് വെറുതെയാകത്തില്ല, കഷ്ടപ്പെട്ടത് വെറുതെയാകത്തില്ല, നീ ഞെരുങ്ങിയത് വെറുതെയാകത്തില്ല. യേശുവിന്റെ ഒരു മാന്യത നിന്റെ മേൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ഈ കാര്യങ്ങളും പഠിച്ചോ. Your problems or your struggles or your prayer, fasting and nothing will go in vain. Those who believe, put your hands together and praise the Lord. ഉടരബാന ശഗനാരഗാത വൈഡവരഗതന ശംദിഗാദഗാത വൈഡമാന റബേതേ ലാംതരേ ലഗേതേ എന്തോ കണക്ക് തീർത്ത് യേശു കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. സഹോദരി, നീ പ്രാർത്ഥിച്ചതിന്റെ കണക്ക് തീർക്കും, നീ ഉപവസിച്ചതിന്റെ കണക്ക് തീർക്കും, നീ ഉപദ്രവം സഹിച്ചതിന്റെ കണക്ക് തീർക്കും എന്ന് ഞാൻ ഇന്ന് പകൽ നിന്ന് പ്രവചിക്കും. 2024 ഈ ജൂൺ മാസം 30-ാം തീയതി തീരുന്നതിന് മുമ്പ് നിന്റെ അധ്വാനത്തിന്റെ, നിന്റെ കണ്ണുനീരിന്റെ, നിന്റെ പ്രാർത്ഥനയുടെ, നിന്റെ നിന്ദയുടെ കണക്ക് തീർത്ത് യേശു ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇന്ന് പകൽ ഞാൻ പ്രവചിച്ചാൽ വിശ്വസിക്കുന്നവർ മാത്രം ആ കാര്യം അടിച്ചാൽ Before June 30th, you will see the results of all your hard work. All your prayers are going to be answered. All your struggles are going to see greater results. ഓ റബാന ശിഖമന രഗദര ജലതന വൈഡവരഗദന എന്തോ ദൈവാത്മാവ് എന്നോട് പറയുന്നു, യേശു ഒരു കണക്ക് പുസ്തകം തുറക്കാൻ പോകുകയാണ്, ഒരു പ്രവൃത്തിയുടെ പുസ്തകം തുറക്കാൻ പോകുകയാണ്. അതിന്റെ അകത്ത് ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നീ നിന്നയേറ്റ ഡേറ്റ്, നീ നിലവിളിച്ച് കരഞ്ഞ ഡേറ്റ്, പ്രാണൻ പോകുന്നത് പോലെ നീ അലറി വിളിച്ച ഡേറ്റിനെ, നിന്നെ ഒറ്റപ്പെടുത്തിയ ഡേറ്റ്, നീ പട്ടിണി അനുഭവിച്ച ഡേറ്റ് യേശു കുറിച്ചു വെച്ചിട്ടുണ്ട്. അവൻ കണക്ക് തീർത്ത കാര്യം ചെയ്യും. God is going to open the book and he has already dated the days of you, all your struggles in that book, and God is going to ask and give you results for all your struggles. പ്രാപിക്കാൻ കരുത്തുള്ളവർ പ്രാപിച്ചോണ്. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് ഒരു കണക്ക് പുസ്തകം തുറക്കാൻ പോകുകയാണ്. നീ കഷ്ടപ്പെട്ടത് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നീ അവൻ അലഞ്ഞത് എഴുതി വെച്ചിട്ടുണ്ട്. ആരും കണ്ടില്ല, ആരും അതറിഞ്ഞില്ല, എല്ലാവരും മറന്നുപോയി, നീ പോലും അത് മറന്നുപോയി. എന്നാൽ ഓരോ ഡേറ്റുകൾ തുറന്നിട്ട് സ്വർഗം അതിന്റെ കണക്ക് തീർക്കാൻ പോകുകയാണ്. അവൻ ദൈവാത്മാവ് ആരോട് പറയുന്നു, നീ മരിച്ചതിന് ശേഷമല്ല, നീ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് കണക്ക് തീർക്കണം. അവൻ നീ കാട്ടിലെ കേറിയതിന് ശേഷമല്ല, ആരോഗ്യമുള്ളപ്പോൾ എനിക്ക് കണക്ക് തീർക്കണം. അവൻ നിന്റെ വയസ്സാം കാലത്തല്ല, ഇന്ന് മുതൽ ദൈവം അത് ആരംഭിക്കും. I will show you greater and mighty things in your life. Not when you are dead, not after you are dead, but when you are alive, you are healthy. Now itself I will show you the results of all the struggles that you have gone through. വിശ്വസിക്കുന്നവർ അല്പം നേരം കർത്താവിനെ സ്തുതിച്ചു. നീ ആളുമാറുവാൻ പോകുകയാണ്, നീ ആളുമാറുവാൻ പോകുകയാണ്, നീ ആളുമാറുവാൻ പോകുകയാണ്, നിന്റെ രീതികൾ മാറുവാൻ പോകുകയാണ്. എന്തോ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. സ്വർഗം രേഖപ്പെടുത്തി വെച്ച പുസ്തകം എടുക്കുകയാണ്, ആ കണക്ക് പുസ്തകം എടുക്കുകയാണ്. നീ ചെയ്തതെല്ലാം അതിനകത്തുണ്ട്, നീ കൊടുത്തതെല്ലാം അതിനകത്തുണ്ട്. നിന്റെ ഞെരുക്കത്തിന്റെ നടുവിൽ നീ ദൈവദാസന്മാരെ മാനിച്ചത്, നിന്റെ ഞെരുക്കത്തിന്റെ നടുവിലും നീ ദശാംശം കൊടുത്തത്, നീ മനഃപൂർവ്വ ദാനം കൊടുത്തത്, നീ പ്രാർത്ഥിക്കുവാൻ പുറപ്പെട്ടു പോയത്, ശരീരത്തിൽ രോഗമുള്ളപ്പോഴും ക്ഷീണമുള്ളപ്പോഴും നീ ആരാധിച്ചു കയറിയത്, നീ പ്രാർത്ഥിക്കാൻ പുറപ്പെട്ടത്, സകലതും രേഖപ്പെടുത്തി വെച്ച ഒരു പുസ്തകം ഇന്ന് പകൽ തുറന്നു വെച്ചിട്ട് പറയുന്നു, ഞാൻ കണക്ക് തീർക്കാൻ പോവുകയാണ്. ഇത് ആരോടുള്ള പ്രവചന ശബ്ദമാണ്. ഒരു പുസ്തകം ഇന്ന് പകൽ സ്വർഗം തുറന്നു വെച്ചിട്ട് നിനക്ക് വേണ്ടി എഴുതി വെച്ച പുസ്തകം, അവൻ കണക്കുകൾ എഴുതിയ രേഖകൾ ഇന്ന് തുറന്നു വെച്ചിട്ട് ഓരോന്നും എണ്ണി ഈ ആഴ്ചയിൽ സ്വർഗം കണക്ക് തീർക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ച God is going to open യേശുവിന് വേണ്ടി ഇറങ്ങിയതിന്റെ പേരിൽ, പ്രാർത്ഥിച്ചതിന്റെ പേരിൽ, ഉപവസിച്ചതിന്റെ പേരിൽ,
പേരിൽ നീ അനുഭവിച്ച കഷ്ടത ദൈവത്തിനറിയാം. ഒരു കാലം മുഴുവൻ നീ ബൈബിളും പിടിച്ചലഞ്ഞത് ദൈവത്തിനറിയാം. ഓ, നീ യേശുവിന് വേണ്ടി നിന്നത് യേശുവിനറിയാം. എന്നിട്ട് ഈ 2024 ഈ മെയ് മാസം അവസാനം നീ തകരുമെന്ന് പറഞ്ഞാൽ സാത്താന്റെ ശക്തിയോട് യേശു പറയൂ, വഴി മാറാൻ പറയൂ. ഇന്ന് പകൽ വിശ്വസിച്ചു കണക്ക് തീർത്ത് നിന്റെ കൂടാരത്തിനകത്ത് നിന്റെ തലമുറയുടെ മേൽ എന്തോന്ന് സംഭവിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ പ്രാപിക്കുക. Everything that you have done for the God's glory, for the servants of the Lord, when you are already tired, still you worship the Lord with all your heart. Everything is being numbered in His book, and He is going to open the book and do something great for your life, and for going to bless your children's life, going to bless your household. In every area you are going to see blessings upon blessings. Hallelujah. പുസ്തകം തുറക്കുന്നു. നിന്നെ പിടിച്ചു നിർത്തിയിട്ട് ആ പുസ്തകം തുറക്കാൻ പോവാ. കണക്കുകൾ രേഖപ്പെടുത്തി വെച്ച പുസ്തകം. ആമേൻ. ഓർമ്മയുടെ പുസ്തകം പോലെ എഴുതി വെച്ച പുസ്തകം. 1, 2 നമ്പർ ഇട്ട് എഴുതി വെച്ച, ഡേറ്റ് ഇട്ട് എഴുതി വെച്ച, നീ ചെയ്തത്, നീ കഷ്ടപ്പെട്ടത്, നീ ആരും അറിയാതെ രഹസ്യമായി നീ കൊടുത്തത്, നീ യേശുവിനെ സ്നേഹിച്ചത്, നീ ചെയ്ത പ്രവൃത്തികൾ, നീ കൊടുത്ത ദശാംശങ്ങൾ, നീ കൊടുത്ത സ്തോത്ര കാഴ്ചകൾ, നീ ആമേൻ പ്രവർത്തിച്ചത്, നിന്റെ ആരോഗ്യം ചെലവാക്കിയത്, ആമേൻ നീ പ്രാർത്ഥിച്ചത്, നീ യേശുവിന്റെ പേരിൽ അനുഭവിച്ചത്, നീ കഷ്ടപ്പെട്ടത്, ഒരു നാൾ ഒരായുസ് മുഴുവൻ നീ അനുഭവിച്ചത് മുഴുവൻ നീ മറന്നുപോയി യേശു എഴുതി വെച്ചിട്ടുണ്ട്. God is going to open a book where He has numbered everything that you have done for His glory. The pain that you have gone through, the struggles that you have gone through. In the midst of that, you have given much for the Lord, offering for the Lord. Everything God has been calculating, and He is going to give you back manifold blessings and double-fold blessings. The blessing for your children, in every blessing for your household. നീ ചെയ്തത് മുഴുവൻ യേശു ഓർത്തിരിപ്പുണ്ട്. God is remembering everything that you have done for Him. നീ മറന്നുപോയി, പക്ഷേ ദൈവം ഓർത്തിരിപ്പുണ്ട്. You might have forgotten, but God is still remembering everything that you have done. എല്ലാം ഒന്നും ഓർത്തിരിക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. We don't have capacity to remember everything that we have done. അതിനുള്ള മെമ്മറി ഒന്നും നമുക്കില്ല. We have no that much memory. എല്ലാം ഒന്നും ഓർത്തിരിക്കാൻ പറ്റത്തില്ല. We cannot remember everything. നമ്മൾ മറന്നുപോയി. We might have forgotten. യേശുദേ ഒരു കണക്ക് പുസ്തകം എടുക്കുക. But God is opening a book. നീ ഇത്ര ആരോഗ്യം എനിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. Your health has been given for me. നീ ഇത്രയും ആരോഗ്യം ചെലവാക്കിയിട്ടുണ്ട്. നീ ഇത്രയും സമ്പത്ത് നീ എനിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. നിന്റെ ജീവിതത്തിന്റെ, നിന്റെ ആയുസിന്റെ ഇത്രയും സമയം നീ എനിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. You have spent this much time, this much amount of money, this much amount of your health. In every areas you have done many things for me. പലരും കഷ്ടപ്പെടാതിരുന്നപ്പോൾ നീ ഇത്രയും എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. Many people did not work hard in these areas, but for you have done this much things, work hard for me. അതിന്റെ എല്ലാം പ്രതിഫലം ഞാൻ നിനക്ക് തരും. All the results I am going to give you. ദൈവദാസന്മാർക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, ദൈവ വേലയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, ദൈവ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, When you have worked hard for the church, for the pastors in the church, അതിന്റെ എല്ലാം പ്രതിഫലം ദൈവം നിനക്ക് തരും. God is giving you back manifold. ഞാൻ കണ്ട നല്ല ഉറപ്പുള്ള ഒരു കാര്യം പറയുന്നേ, ഒരു പുസ്തകം ദൈവം തുറക്കുന്നു. I am saying you this with much assurance that God is opening ഒരു കണക്കിന്റെ പുസ്തകം ദൈവം തുറക്കുന്നു. a book that has everything written by number. നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ട്, നിന്റെ പേര് അതിന്റെ അകത്തുണ്ട്. You can be so much happy that your name is also written there. നിന്റെ പേര് ഇതിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. Name is also written there. ചിലർക്ക് കണക്ക് തീർത്ത് കൊടുക്കാഞ്ഞതും കൂടെ, നിന്റെ പേരൻസിന് കണക്ക് തീർത്ത് കൊടുക്കാഞ്ഞതും കൂടെ തലമുറയുടെ മേൽ അവകാശം പോലെ കൊടുക്കും. God is going to do something, giving you manifold blessings in your hands that your parents has not yet received. ചില പേരൻസ് ഒത്തിരി കഷ്ടപ്പെട്ട് അവർ മരിച്ചു മൺമറഞ്ഞു പോയാലും കണക്ക് പുസ്തകത്തിൽ ഉള്ളത് കൊണ്ട് അടുത്തത് അവകാശപ്പെട്ടത് അവർക്കാണ്. Some parents might have worked so much hard, but they are no more in this world. But in this book, whatever they have done also is written, so that it will be given to you. തിരുവല്ലായിൽ ന്യൂസ് ഞാൻ കണ്ടാണ്. തിരുവല്ലായിൽ പല ബാങ്കുകളിൽ ആരുമില്ലാതെ കോടിക്കണക്കിന് ക്യാഷ് കിടപ്പുണ്ട്. There are crores of money in the banks of Tiruvalla. ഉടമസ്ഥര് മരിച്ചുപോയി, അല്ലെങ്കിൽ എഴുതിയോ പോയി, ആളില്ലാതെ കോടിക്കണക്കിന് ക്യാഷ് പല ബാങ്കുകളിൽ കിടപ്പുണ്ട്, ആളില്ല.
no owners are there for the amount that is being in the bank there. കാരണം ഒന്നെങ്കിൽ അത് അവരുടെ ഭാര്യയ്ക്ക് അറിയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഭർത്താവിന് അറിയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ മക്കൾക്ക് അറിയത്തില്ലായിരുന്നു. ദൈവത്തെ ഓർത്ത് ഒളിച്ചും പാത്തുള്ള പരിപാടി അവസാനിപ്പിക്കണം. Sometimes their parents, sometimes their wives or husbands might not be knowing about this. You might store your money with the knowledge of the people around you. ഈ മനുഷ്യൻ തട്ടിപ്പോയിക്കുമ്പോൾ ഇത് എവിടെയെല്ലാണോ കൊണ്ട് തിരികെ വെച്ചേക്കുന്നത് ആർക്കറിയാം കർത്താവേ എന്ന് അമ്മാമ്മ കിടന്ന് വലയേണ്ട വരരുത്. ഒളിച്ചും പാത്തുള്ള പരിപാടി ഈ ക്യാഷ് ചെലവാക്കുന്നത് അവസാനിപ്പിക്കും. Regarding your money, your husband or your wife should be known. Otherwise, when one of them expires, they will struggle. കാര്യം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ അമ്മമ്മയെ പേടിയാ, ഇവള് തടിച്ചോണ്ട് പോയാൽ ഇതോടെ തീരും എന്നോർത്തിട്ടാ ചിലർ ഈ ഒളിച്ചും പാത്തും വെക്കുന്നത്. Some people are scared of their husbands or wives, whether they will steal off the money that they have. എങ്കിലും കറക്റ്റ് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ഒരു ചെറിയ സിഗ്നലേലും കൊടുത്തേക്കാണോ ഇന്നടത്തൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന്. At least give a small clue regarding where the money is being kept. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ ആരോ എവിടെയോ കൊണ്ട് ശേഖരിച്ചു വെച്ച, പക്ഷേ ആള് തട്ടിപ്പോയി കഴിഞ്ഞ് ഭാര്യയ്ക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ മക്കൾക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ അവര് വേറെ വിദേശ രാജ്യങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ അവര് മരണപ്പെട്ടു പോയി കാണും. എങ്ങനെയൊക്കെയോ ആരോരുമില്ലാതെ ക്യാഷ് ഇഷ്ടം പോലെ തിരുവല്ല ഈ പല ബാങ്കിൽ കിടപ്പുണ്ട്. ആരും ചോദിച്ചു പോകരുത്, കിട്ടത്തില്ല. ഏത് ബാങ്കാണെന്ന് എന്നോട് ചോദിക്കരുത്. ഒരു ന്യൂസ് കണ്ടാണ് കിടപ്പുണ്ട്. There are so much money being stored in the banks where there is no owner. അതിന് അവകാശപ്പെട്ടവരുണ്ടെങ്കിൽ അത് അടുത്തത് തലമുറയുടെ മേലാണ്, അവർക്കത് സ്വീകരിക്കാൻ പറ്റും. It has to be received by the children. ആ തെളിവ് നിരത്തിയാൽ, ആ തെളിവ് കൊണ്ട് കാണിക്കുക. ഞാൻ മകനാണ്, ഇവിടെ കുറെ കോടികൾ കിടപ്പുണ്ടെന്ന് പറഞ്ഞു, ആ പുള്ളിയുടെ മോനാ ഞാനെന്ന് പറയുമ്പോൾ എന്നാ ഇരിക്കട്ടെ എന്നാ എന്ന് പറഞ്ഞു കൊടുത്തുവിടത്തില്ല. നിന്നോട് പറയുമ്പോൾ തെളിവ് കൊണ്ടുവരാൻ പറയും. നീ മകനാന്നുള്ളതിന്റെ തെളിവ് കൊണ്ടുവാ. If you have that clear evidence, you will be given the amount. ആ തെളിവിനെ അന്വേഷിക്കും. ആ തെളിവ് കണ്ടു കഴിയുമ്പോൾ ഓക്കെ നീ മകനാന്ന് സമ്മതിച്ചിരിക്കുന്നു, അത് മുഴുവൻ നിനക്ക് അവകാശപ്പെട്ടതാണ്. When you have a clear evidence regarding the money that is being stored, then you will receive the money. പേരൻസിന് കൊടുക്കാനുള്ള അനവധി പ്രതിഫലങ്ങൾ, ചില പേരൻസിന് ഈ ഭൂമിയിൽ പ്രതിഫലങ്ങൾ വേണ്ടായിരുന്നു. ആ പ്രതിഫലങ്ങളൊക്കെ തലമുറകളുടെ മേൽ ദൈവം കൈമാറുന്നതിന് മുമ്പ് യേശു ചോദിക്കും മകനാന്നുള്ളതിന്റെ തെളിവ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. There are many parents who have worked hard and now they are no more, but God would love to give that results to their children, and you have to show the evidence. ആർക്കാ യേശു കൊടുക്കുന്നറിയാമോ? ആ അപ്പനും അമ്മയും, അല്ലെങ്കിൽ ആ പേരൻസ് നിന്ന അതേ റൂട്ടിൽ വിശ്വസ്തയോടെ മക്കൾ നിൽക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും അതാണ് തെളിവ്, ഞാൻ അവന് കൈമാറാൻ പോവുകയാണ്. If you stand on the same track that your parents has already stood, then God will realize that if you stand faithfully for him, God will hand it over to you. അപ്പോൾ ചിലരുടെ കഷ്ടപ്പാടിന്റെ പ്രതിഫലം എല്ലാ തലമുറയ്ക്കും ലഭിക്കത്തില്ല. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവരുടെ മേൽ അത് കൈമാറും. Only to those who stand faithfully for the Lord, God will hand over the blessings. ഇന്നത്തെ ഒരു കണക്ക് പുസ്തകം കർത്താവ് തുറക്കുന്നു. God is going to open a book of calculation. ഇന്നത്തെ ഒരു കണക്ക് പുസ്തകം കർത്താവ് തുറക്കുന്നു. ഉറപ്പുള്ളവർ കരമുയർത്തി ആമേൻ പറഞ്ഞേ. Those who believe, raise your hands and praise the Lord. അതിന്റെ അകത്ത് നിന്റെ പേരുണ്ട് സഹോദരി, നിന്റെ പേരുണ്ട് സഹോദരൻ. Your name is also written there. നിന്റെ ഡേറ്റ് മുഴുവൻ ദൈവം കുറിച്ചിട്ടുണ്ട്. All the dates are being numbered there. ഓരോ ഡേറ്റും നിന്റെ ദൈവം കുറിച്ചിട്ടുണ്ട്. നീ കൊടുത്തത്, നീ ചെയ്തത്, നീ പ്രവർത്തിച്ചത്, നീ നിന്നത്, നീ കഷ്ടപ്പെട്ടത്, നീ പിന്മാറാതെ നിന്നത്, നീ ഒറ്റയ്ക്ക് നിന്നത്, നീ കരഞ്ഞത്, നീ രാത്രിയുടെ യാമങ്ങളിൽ കരഞ്ഞ് നേരം വെളുപ്പിച്ച ബെഡിൽ തിരിഞ്ഞ് കിടന്നോ കരഞ്ഞ് നീ കിടന്നത്, നിന്റെ ഹൃദയം മുറിവേറ്റത്, നീ മറന്നതും ദൈവം അത് കുറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഒരു മാറ്റവും കൂടാതെ നിങ്ങളുടെ കരങ്ങളിൽ ലഭിക്കും. Without any change, God will give you everything that you have done in your life. പലതും ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വന്നാൽ നിങ്ങളെ വിവേചിച്ച് പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ശരിയാണല്ലോ ശരിയാണല്ലോ എന്നാ സംഭവിച്ചത്. ഓരോന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും. നിങ്ങൾ മറന്നുപോയി. ആ മറന്നു പോയതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിച്ച്
പ്രതിഫലങ്ങൾ ദൈവം നിങ്ങളുടെ കരത്തിൽ. Everything that you might have forgotten, God is going to make you remember everything and going to give the results of what you have done for the Lord. എന്താണെങ്കിലും ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുന്നു, നീ ദൈവസന്നിധിയിൽ ഇനിയും മടുത്തു പോകാതെ നിന്നു, നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. ഒരു വലിയ വിടുതലിന് വേണ്ടിയാണ് നിന്നെ ഞാൻ കണ്ടിരിക്കുന്നത്. ആരുടെ നേരെ സാത്താന്യ ശക്തികൾ നടത്തുന്ന ഒരു യുദ്ധം പോലെ നിന്നെ പരാജയപ്പെടുത്തും, നിന്റെ നീതിയെ തട്ടിയെടുക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വ്യാപാര ശക്തി പോലെ എവിടെയോ ഈ ദിവസങ്ങളിൽ ആരുടെയൊക്കെ മേൽ നിൽപ്പുണ്ട്. സ്വർഗം അതിനെ പൊട്ടിക്കുവാൻ പോകുകയാണ്. ഒരു നീതിയുടെ കരം ഇന്ന് പകൽ എനിക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഇരു കരങ്ങളും അടിച്ചു ശക്തിയോടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. Do not be tired or weary. Whatever you have done in your life, every struggles and every pains that you have gone through, God is going to give you back and He is going to remember everything that you have done in your life. അത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Please stand on your feet and I'm going to ഈ ദൂതുകൾ നമുക്ക് വെളിപ്പെടട്ടെ, വിടുതലാകട്ടെ. ഒരു ശൗലിനെ പൗലോസാക്കിയതുപോലെ പൗലോസിന്റെ ജനനം അവിടെ മുതൽ യേശു തന്നെ വിജയത്തിലേക്ക് എത്തിച്ചതുപോലെ വിജയത്തിലേക്ക് നടന്നീങ്ങുവാനുള്ള ഒരു അഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്റെ മേൽ ഇട്ടു തരുമെന്ന് വിശ്വസിക്കുന്നവർ കാര്യമടിച്ചു കർത്താവിനെ സ്തുതിച്ച് അല്പനേരം കരമടിച്ച് യേശുവിനെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് നിന്നു. യേശുവേ, ഈ വചനത്തിന്റെ ശക്തി ഈ മക്കളുടെ മേൽ വെളിപ്പെടട്ടെ. യുടമാലകലം തേരേതേ വൈഡവലം തേരേതേ യുടവലം ദാരേതം ശേരം വൈഡവലം തേരേതേ ഉടകാരകരകരകരേതം വൈഡവലം ത്രികലക്ഷകരേതം. ആരാധനയുടെ അഭിഷേകം ഈ മക്കളുടെ മേൽ വന്ന് വീഴട്ടെ. ലൈവിലുള്ളവരും കരമടിച്ച് അല്പനേരം യേശുവിനെ ആരാധിച്ചു. വേറൊന്നും നോക്കരുത്, അടുത്ത് നിൽക്കുന്നവരെ നോക്കരുത്. കരമടിച്ച് യേശുവേ വിളിച്ചു. എന്നെ വിളിച്ചിറക്കിയതിന് സ്തോത്രം. എന്നെ ഒരു പൗലോസാക്കി മാറ്റിയതിന് നന്ദി. എന്റെ മേൽ പകർന്ന നിയോഗത്തിന് നന്ദി. നിന്റെ വീടിനകത്തുള്ള ചില ശൗര്യമാർ ഇന്ന് പകൽ പിടിക്കപ്പെടട്ടെ, യേശുവിനാൽ പിടിക്കപ്പെടട്ടെ. നിന്റെ വീട്ടിലുള്ള ചില ശൗര്യമാർ പിടിക്കപ്പെടട്ടെ. ആരാ വിരോധമായി നിൽക്കുന്നേ? നിന്റെ വീട്ടിൽ ആരാ യേശുവിന് വിരോധമായി നിൽക്കുന്നേ? ആരാ സാത്താന്യ ശക്തിയുടെ ആയുധമായി മാറുന്നേ? അവനെ തൊടുമേശു, അവളെ യേശു തൊടും. ചിലരുടെ മേൽ വ്യാപരിക്കുന്ന ദുർഭൂത ശക്തികളെ അഴിച്ചുവിടും, അഴിച്ചുവിടും, അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. ഓ ചൂടബലം തേരേ ചൂടബലേ ൈഡബലം തേ ശാരകലം ദം ൈഡേരെ ചൂടബലം ചകരേ ദേരെ ദിവാലാബാലം തേരെ ൈഡബലഗദാരേ ദേരെ ചൂടബലം ഛേരേ ദേരെ ഉടവേരഗദഗദഗദേ ഓരം ദേരഗദേ വൈദാരാ ചൂടാബാലാരേ ദേരേ ദേരേ ദേ ഛേരേ ദേരേ ദേരേ ദേ ഓരേ ബേലേ ബേരേ ദേ വൈഡേരേ ലിഖാ ദേരേ ചൂടോ ബോറോ ബോലോ ബോഷ് കീരി ദേരേ ദേരേ ദേ ഛേരേ ദേരേ ചൂടബലം തേ വൈഡബലഗദേ ചൂടബാലേ ദേ ചൂടബലം തേ ശമാരേ ബേ ഓരം ദേരം ദേരം ശേരം ദേരം ദേരം വൈഡഗദേ രഗദഗദഗദേ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി പുറപ്പെടുന്നു. അഭിഷേകത്തിന്റെ ശക്തി പുറപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി പുറപ്പെടുന്നു. ശരീരങ്ങൾ വിട്ടുകൊടുത്ത് പ്രാപിച്ചു. അഭിഷേകത്തിന്റെ തീ ഓരം നേരം 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 കുടവൻ നേരം ജാതകം നേരം ചുടബലബലം തകരം 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 അത്താട്ടെ അത്താട്ടെ ഈ പിടിക്കട്ടെ ഈ പിടിക്കട്ടെ ചൂടാപാലാ നേരെ വൈകാ നേരെ കത്തേരെ ചൂടബലം ഛേ നേരെ ചൂടബലം ഛേ രഗദാലേ
അന്യഭാഷകൾ പ്രാപിച്ചവര് വായി തുറന്ന് അന്യഭാഷയിൽ പ്രാപിച്ചോ. യേശുവേ, ഇപ്പോൾ ചിലരെ നിറയ്ക്കുക, ചിലരെ നിറയ്ക്കുക. യേശുവേ, 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 യേശുവേ. തൊടുക, ഈ മക്കളെ നിറയ്ക്കുക. ഇന്ന് പകൽ അങ്ങയുടെ സന്നിധിയിൽ ഇരുന്ന് ഈ മക്കൾ തിരിച്ചു മടങ്ങുന്നതിന് മുമ്പ് അങ്ങയുടെ ശക്തി തൊടുക, തൊടുക. ഓ യേശുവേ, അങ്ങേക്ക് സ്തുതി. Thank you, Jesus. Oh, Rebene Shantere Lagate. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഈ വിശുദ്ധ സഭായോഗത്തിൽ ഞങ്ങളെ ശക്തീകരിക്കുന്നതിന് നന്ദി. ഞങ്ങൾക്ക് ബലം തരുന്നത്, ഞങ്ങളുടെ ജീവിതമേറെ അനുഗ്രഹമാകത്തക്ക അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ ചലിപ്പിക്കണമേ. പിതാവേ, പുത്രന്റെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായി ഞാൻ ഇവരെ അനുഗ്രഹിച്ചയക്കുന്നു. കർത്താവ് അവരുടെ കൂടെ പോകണം. സന്തോഷത്തോടെ ഇവർ വീട്ടിലെത്തിച്ചേരട്ടെ. എല്ലാ നന്മകളാൽ നിറയ്ക്കണം. അങ്ങയുടെ വരവെങ്കിൽ നിത്യത ചേർക്കണം. അങ്ങയുടെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ച ഇവർക്ക് അനുഗ്രഹമാകട്ടെ. ഞാൻ ബ്ലസ് ചെയ്യുന്നു. കണ്ണുനീരിന്റെ വിഷയങ്ങൾ മാറിപ്പോകട്ടെ, അനർത്ഥങ്ങൾ മാറിപ്പോകട്ടെ, അപകടങ്ങൾ മാറിപ്പോകട്ടെ. ഇവരങ്ങയുടെ നാമത്തിൽ സന്തോഷം അനുഭവിക്കട്ടെ. ഇവിടെയുള്ള മക്കളെ അനുഗ്രഹിച്ചയക്കുന്നു. ലൈവിലുള്ളവരെ അനുഗ്രഹിക്കുന്നു. എല്ലാ അനുഗ്രഹത്താലും നിറയ്ക്കണം. വൈകിട്ടത്തെ യോഗത്തെയും തുടർന്നുള്ള യോഗങ്ങളെയും എല്ലാം അങ്ങ് അനുഗ്രഹിക്കണം. വെള്ളി, ശനി, ഞായർ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന അനുഗ്രഹിക്കണം. ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.